തൃപ്തിയും സൗഭാഗ്യവും അണയ്ക്കാൻ വേണ്ടി സ്വീകരിച്ച ഗൃഹസ്ഥാശ്രമം നമ്മളെ അതൃപ്തന്മാരാക്കി അവസാനിപ്പിക്കുക, മുടിപ്പിക്കുക ചെയ്യുന്നത്. താൻ അനുധ്യായൻ ഈ ഗൃഹാംഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് മൃതോന്ധം വിശദേ തമഹ. ഒരു ദിവസം പ്രാണൻ അവിടെ നിൽക്കണു. നിന്നിട്ടോ അന്ധകാരത്തിലേക്കാണ് അവർ പ്രകാശിക്കുന്നത്. മോക്ഷം കിട്ടാൻ മനുഷ്യജന്മം വേണം എന്ന് പറഞ്ഞ് സ്വർഗത്തിലുള്ളവർ പോലും നരകത്തിലുള്ളവർ പോലും മനുഷ്യജന്മത്തിന് വേണ്ടി കാക്ഷിക്കുന്നുണ്ടത്രേ, അഭിലഷിക്കുന്നുണ്ടത്രേ. അത്ര വിലപിടിച്ച മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ടും ഇപ്പം എന്തുണ്ടായി? മരിക്കുന്നത് വരെയുമില്ല ആ സുഖം. മരിച്ചതിന് ശേഷമോ വലിയ അന്ധകാരം, അവിടേക്കാണ് പ്രവേശിക്കുന്നത്. ഗൃഹപാലനം എത്ര നന്നായാലും ശരി, അവസാനം ആ ഗൃഹാംഗങ്ങളെ ഓർത്തുകൊണ്ട് നാം മരിക്കുകയാണെങ്കിൽ ആരാരെല്ലാമാണോ എം ഭാവം, ഏതേത് ഭാവങ്ങൾ സ്മരിച്ചുകൊണ്ടാണോ അവസാനം പോകുന്നത്, ആ സ്ഥിതിയാണ് നമുക്ക് വരിക. അപ്പോൾ ഗൃഹസ്ഥന്മാർ തൻ്റെ കുടുംബത്തെയും കുട്ടികളെയും ഭാര്യാഭർത്താക്കന്മാരെയും എല്ലാവരെയും വിചാരിച്ച് മരിച്ചാൽ അവർക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്താ? നന്മയല്ല, തിന്മ തന്നെയാണ്. അങ്ങനെയാണോ നാം മരിക്കേണ്ടത്? അല്ല. അന്ധം വിശദേ മൃത. മരിച്ചതിന് ശേഷം അന്ധകാരത്തെയാണ് അവർ പ്രവേശിക്കുന്നത്. എൻ്റെ കൂടെ ചിലരുണ്ടല്ലോ, ഞാൻ ഈ തത്വപ്രവചനം ഇവിടെ നടത്തുന്ന സമയത്ത്, അപ്പം അവർ പറയാണ്, സ്വാമിജി, ഗൃഹസ്ഥാശ്രമികൾ ഗൃഹസ്ഥിൽ തന്നെ ഇരിക്കരുത്, പുറത്തേക്ക് കിടക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പുറത്തേക്ക് കിടക്കണം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ചെയ്തതുപോലെ വനത്തിലേക്ക് പോകാൻ ഇപ്പോൾ സാധിക്കുമോ? അപ്പോൾ പ്രായോഗികമായി സ്വാമിജി എന്തെങ്കിലും ഒരു ബന്ധം, ഒരു മാർഗം നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അതിനെനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള മറുപടി, നമ്മളിപ്പോൾ ഗൃഹസ്ഥാശ്രമം വരെ വിവരിച്ചിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് വാനപ്രസ്ഥൻ്റെ ജീവിതവും സന്യാസിയുടെ ജീവിതവും നമുക്ക് വിവരിക്കാനുണ്ട്. അപ്പോഴേ 4 ആശ്രമം മുഴുവനാവുള്ളൂ. അപ്പോൾ ആ 4 ആശ്രമം കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ഈ വർണ്ണാശ്രമങ്ങളെ ഒന്ന് സംഗ്രഹിച്ച് എങ്ങനെയാണ് അതിന് പ്രസക്തിയും പ്രായോഗികതയും ഈ കാലത്തിൽ നമുക്ക് ഉണ്ടാവുക എന്ന് പറയാമെന്ന് കണക്കാക്കി. എന്തായാലും കൂടെയുള്ളവരിത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, അവരാണല്ലോ ആദ്യത്തെ പ്രേക്ഷകർ. അവരെന്നോട് പറഞ്ഞപ്പോൾ ആ ചോദ്യം നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവാം. ഇത് മുഴുവനാവാൻ കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ എടുത്തു എന്ന് വരാം. അതുവരെ നിങ്ങളുടെ മനസ്സിലൊരു ആശയക്കുഴപ്പം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് അനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ പറയാം. എന്താ ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യജീവിതം 4 ആശ്രമത്തിനുള്ളതാണ് എന്ന്. ഈ ധാരണ, ഈ ആദർശം, ഇതിൻ്റെ വരണം, ഈ ആദർശം വരിക്കലാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വെറുതെ ഗൃഹസ്ഥിൽ ജീവിച്ചുകൊണ്ട് മക്കളും കുട്ടികളുമായി കഴിഞ്ഞ് അവസാനം വാർദ്ധക്യത്തിന് വിധേയമായി അവരാൽ പരിചരിക്കപ്പെട്ട് ശരീരം വീണങ്ങോട്ട് പോയതുകൊണ്ട് നമ്മുടെ മനുഷ്യജീവിതം സമ്പൂർണമോ സഫലമോ ആകുന്നില്ല എന്നാദ്യമായി നിങ്ങൾ വിലയിരുത്തണം. എങ്ങനെ ബ്രഹ്മചര്യം നിങ്ങൾ സ്വീകരിച്ചുവോ, വിദ്യാധ്യയനം വേണ്ടതുപോലെ നടത്തിയോ, അത് കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ചുവോ, ആ ദാമ്പത്യ ജീവിതവും ഭംഗിയായി നടത്തി കുട്ടികളുടെ കുട്ടികളുമൊക്കെ ആയോ, അതേപോലെ അതേ താല്പര്യത്തോടു കൂടി ആ പകുതിയെ മുഴുവനാക്കാനുള്ള ആധ്യാത്മിക ജീവിതവും നിങ്ങൾ വേണം, ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്നുള്ള ഒരു മൂല്യസമ്മതം നിങ്ങൾക്കുണ്ടാവണം. അത് ഉണ്ടായെന്നുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു. എനിക്കിത് മാത്രം പോരാ, ഇത് കൂടാതെ 2 ആശ്രമവും കൂടിയുണ്ട്. ആ ആശ്രമം പഴയ കാലത്ത് നടത്തിയതുപോലെ പൂർണ്ണ രൂപത്തിൽ നമുക്കിപ്പോൾ നടത്താൻ സാധിച്ചില്ലെന്ന് വരാം. എല്ലാറ്റിനും കാലോചിതമായ മാറ്റമുണ്ടല്ലോ. പക്ഷേ പഴയ വാനപ്രസ്ഥത്തിലും സന്യാസത്തിലും അതെടുത്തവർ എന്ത് സാധിച്ചുവോ, എന്ത് പിന്തുടർന്നുവോ, എന്തിനെ അനുധാവനം ചെയ്തുവോ, എന്ത് ലക്ഷ്യത്തിന് വേണ്ടി കൊതിച്ചുവോ പ്രയത്നിച്ചുവോ, ആ സംഗതികൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉത്സാഹം ജനിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ആവശ്യം. ഗൃഹസ്ഥാശ്രമം പകുതിയേ ആയുള്ളൂ മനുഷ്യജീവിതത്തിൽ. ബാക്കിയുള്ള പകുതി നമ്മൾ പ്രവേശിക്കാതെയും സ്വീകരിക്കാതെയും ചിന്തിക്കാതെയും ഈ ലോകത്തിൽ നിന്ന് വിരമിക്കരുത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് നല്ല പോലെ ഉണ്ടാവണം. അപ്പോൾ എങ്ങനെയാണോ ഗൃഹത്തിൽ വലിയ ഒട്ടലും പൊട്ടലുമൊക്കെയായി കഴിഞ്ഞുകൂടിയത്, കുട്ടികൾക്ക് പ്രായമൂപ്പ് വന്നാൽ തന്നെ നിങ്ങൾ വിരമിക്കണം. ഗൃഹഭരണം അവർ നടത്തിക്കോട്ടെ. ഞങ്ങൾക്ക് അധ്യാത്മമായിരിക്കുന്ന കാര്യങ്ങൾ എന്താ? അത് നമ്മുടെ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത മുതലായിട്ടുള്ള സംഗതികൾ എടുത്തു വായിക്കുക. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് 700 ശ്ലോകങ്ങളും 18 അധ്യായവുമുള്ളതാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത
ദിവസേന 2-3 അധ്യായമെങ്കിലും നിങ്ങൾ വായിക്കൂ. സ്വാധ്യായം എന്നുള്ള പേരിൽ പതിവായി വായിക്കുക. 2-3 അധ്യായം വായിച്ചാൽ 6 ദിവസം കൊണ്ട് ഭഗവത്ഗീത മുഴുവനാവും. ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ഈ ഭഗവത്ഗീത മുഴുവനും, ആ ശ്ലോകങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് സുപരിചിതമാവും. പ്രത്യേകിച്ചും കേരളക്കാർക്ക്, മലയാളികൾക്ക്. ഒപ്പം പോരാ, 2-3 ശ്ലോകങ്ങൾ നിങ്ങൾ അന്വയം, പ്രോസോഡർ ഒക്കെ നോക്കി വാക്കുകൾക്ക് അർത്ഥമെടുത്ത് ആലോചിച്ച് അതിൽ പറഞ്ഞിട്ടുള്ള പൊരുൾ എന്താ വേണ്ടി വന്നാൽ അതിനുള്ള വ്യാഖ്യാനങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ സമാന്തരമായി 2 പ്രവൃത്തികളാണ്. ഒന്ന്, ഭഗവത്ഗീത പൂർണ്ണമായിട്ട് പാരായണം ചെയ്യുക അധ്യയന രൂപത്തിൽ. അതൊരു 3, 4, 5 ചാപ്റ്റർ ആവാം, ചുരുങ്ങിയത് 2 അല്ലെങ്കിൽ 5 വരെ ആവാം. ഒപ്പത്തിനൊപ്പം 2 ശ്ലോകങ്ങളും നിങ്ങൾ വായിച്ച് പഠിക്കണം. അങ്ങനെ ആയാൽ 700 ശ്ലോകം പഠിക്കാൻ എത്ര ദിവസമാവും? ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് പ്രസ്ഥാനത്രയത്തിൽപ്പെട്ടതാണ്, വളരെ വിശേഷപ്പെട്ടതാണ്. ആദ്യം നമ്മുടെ വേദോപനിഷത്തുകൾ, ആ ഉപനിഷത്തുകൾക്ക് ശ്രീകൃഷ്ണൻ മൂലം വേദവ്യാസ മഹർഷി നൽകിയിട്ടുള്ള വ്യാഖ്യാനമാണ് ഭഗവത്ഗീത. ഇനി പ്രസ്ഥാനത്രയത്തിൽപ്പെട്ടത് ബ്രഹ്മസൂത്രമാണ്. അവിടേക്ക് നിങ്ങൾ കിടക്കണ്ട, ഈ ഭഗവത്ഗീത മാത്രം മതി. അതിനുള്ളൊരു വിശേഷം എന്താ? ഭഗവത്ഗീത ഉദ്ധവന് ഉപദേശിച്ച പോലെയുള്ള ഭാഗമല്ല. കർമ്മക്ഷേത്രത്തിലാണ് അർജുനൻ വന്ന് പെട്ടിരിക്കുന്നത്. 13 കൊല്ലമായി മഹാഭാരത യുദ്ധത്തിന് സ്വപ്നം കണ്ടുകൊണ്ട് കഴിഞ്ഞു അർജുനൻ. അതിനു വേണ്ട തയ്യാറെടുപ്പോടുകൂടി, തയ്യാറെടുപ്പ് 2 തരത്തിലാണ്. തൻ്റെ ഉൾബലം, ആത്മബലം വർദ്ധിപ്പിക്കുക, അതേ സമയത്ത് അസ്ത്രശസ്ത്രാദികൾ ശേഖരിക്കുക. പാശുപതാസ്ത്രം എന്നൊരസ്ത്രം പരമശിവനോടുകൂടി പൊരുതി സമ്പാദിച്ചു തപസ് ചെയ്ത്. അപ്പം മഹാഭാരത യുദ്ധം നിർവഹിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും കച്ചകെട്ടി വന്നിരിക്കുക. ആ വന്ന അർജുനനാണ് യുദ്ധരംഗത്ത് വന്നപ്പോൾ ഒരു മൗഢ്യം പെട്ടെന്ന് പിടിപെട്ട് ദേഹമാസകലം തളർന്ന് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി വീണ് ഇരിപ്പായി. ആ അർജുനനെ മണിക്കൂറുകൾ കൊണ്ട് ഉത്സാഹവനാക്കി, കർമ്മോന്മുഖനാക്കി ഗാണ്ഡീവം കയ്യിലെടുപ്പിച്ചു കൃഷ്ണൻ. അത് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമല്ലേ? നിങ്ങളുടെ കുട്ടികൾക്കും ആവശ്യമല്ലേ? ഉദ്യോഗക്ഷേത്രത്തിലോ ഗൃഹത്തിലോ സമൂഹക്ഷേത്രത്തിലോ എവിടെ ചെന്നാലും, പ്രത്യേകിച്ചും നാം ആപത്തുകളുടെ വക്കിലാണ്, പ്രാതികൂല്യങ്ങളുടെ ഒത്ത നടുവിലാണ്. ആ സമയത്ത് തളരാത്ത മനസ്സോടുകൂടി, ഉറച്ച ബുദ്ധിയോടുകൂടി, ആശയ തെളിച്ചത്തോടുകൂടി, ആത്മബല സമ്പന്നരായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇത് നിങ്ങളുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഗീത വായിച്ച് മനസ്സിലാക്കിയാൽ കുട്ടികൾക്ക് തന്നെ അതിൻ്റെ ഒരു അംശം അവർക്ക് കിട്ടിക്കോളും. അപ്പോൾ ഒരു വാനപ്രസ്ഥൻ ചെയ്യേണ്ടത് എന്താ? തൻ്റെ ഉൾവികാസത്തിനും ഉൾപവിത്രതയ്ക്കും വേണ്ടി പരിശ്രമിക്കുക. ഗൃഹസ്ഥനായിരിക്കുമ്പോൾ അത് സാധിക്കില്ല. അത് നിങ്ങൾക്ക് ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഭഗവത്ഗീത പഠനവും ഭഗവത്ഗീത ഗ്രഹണവുമാകട്ടെ വാനപ്രസ്ഥ ജീവിതത്തിൻ്റെ തുടക്കം. അത് ഗൃഹത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് തുടങ്ങാം. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയെല്ലാം നല്ല തത്വപ്രവചനങ്ങളുണ്ടോ ആ പ്രവചനങ്ങളൊക്കെ സംപ്രേഷണം വഴിയോ അല്ല നേരിട്ട് പ്രവക്താവ് പറയുന്ന മേടകളിൽ നിന്നോ കേൾക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കൂ. എന്നിട്ട് എത്രയും വേഗം ഒരു സദ്ഗുരുവിനെ കിട്ടണം എന്ന് വിചാരിച്ച് മനസ്സിൽ അഭിലഷിച്ച് അതിനുവേണ്ടി ഭഗവാനോട് പറയുക, എനിക്കൊരു സദ്ഗുരുവുമായിട്ടുള്ള സമ്പർക്കം വേണം. ആ ഗുരുവിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിനോട് മുഖാമുഖം സംസാരിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉണർത്തിച്ച് ഗുരു പറയുന്ന പ്രതികരണം, മറുപടി എന്തോ അത് കേട്ട് എൻ്റെ ജീവിതത്തിനെ ഒരു അധ്യാത്മ ചിട്ടയോടുകൂടി വളർത്തണം എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് വേണം. അതിന് ഒരു തുടക്കമാണ്. ഒരു കാലത്ത് പെൺകുട്ടിക്ക് വരനെ അന്വേഷിച്ചു, ആൺകുട്ടിക്കോ വധുവിനെ അന്വേഷിച്ചു. നിങ്ങൾ സ്വയം വധൂവരന്മാരായിരുന്നു, കല്യാണം കഴിച്ചു. ഇപ്പം നിങ്ങൾ എന്തു വേണം? നിങ്ങളുടെ ജീവന് ഒരു വരനെ അന്വേഷിക്കണം. ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പെടണം. ആ സദ്ഗുരുവിൻ്റെ അടുത്തുള്ളതാണ് നമ്മുടെ 2ാമത്തെ ജന്മം. ഓപ്ഷണലായിട്ടുള്ള ജന്മം എന്നാണ് ഞാൻ പറയുക, ഐച്ഛിക ജന്മം. ശരീരത്തിന് ജന്മം കിട്ടിയത് അച്ഛനമ്മമാരിൽ നിന്നാണ്, നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. അവരാണ് ഗർഭാധാനം നടത്തിയതും അമ്മയാണ് പ്രസവിച്ച് കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിൽ നമുക്ക് പങ്കാളിത്തമില്ല. ആ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് ഉപദേശം തരൂ, എൻ്റെ മനസ്സിനെ, എനിക്ക് എൻ്റെ ജീവൻ്റെ ഉടമസ്ഥനായി തീരൂ, അങ്ങേ ഞാൻ വരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമാക്കി തീർക്കാൻ ജീവിതത്തെ എന്ന് പറഞ്ഞ് ഒരു സദ്ഗുരു വരണം നിങ്ങൾക്കുണ്ടാവണം. അതെവിടുന്നാണ് ഈ സദ്ഗുരു കിട്ടുക? നിങ്ങൾ അന്വേഷിക്കേണ്ട. നമ്മുടെ ഭാരതഭൂമി ഉണ്ടല്ലോ, അത് ഏഴയല്ല, എപ്പോഴും സമ്പന്നയാണ്. അതുകൊണ്ട്
എവിടെ ആവശ്യമുണ്ടോ ആ ആവശ്യത്തിനനുസരിച്ച് ആ ആവശ്യപൂരണവും ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ എനിക്കൊരു സദ്ഗുരുവിനെ ലഭിക്കണം, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വരണം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇനി ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രകൃത്യാ തന്നെ നിങ്ങൾക്കൊരു സദ്ഗുരുവിനെ ദർശിക്കാനും കാണാനും ഇടവരും. ഞാൻ കൽക്കത്തയ്ക്ക് പോയത് സഹോദരന്മാർ കൂട്ടിക്കൊണ്ടുപോയതാണ്. 2 മാസത്തിനുള്ളിൽ എൻ്റെ ഗുരു നമ്മുടെ ഫ്ലാറ്റിൽ നമ്മുടെ സഹോദരൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് ബംഗാളി ഭാഷയൊന്നും സംസാരിക്കാൻ അറിയില്ല, ഹിന്ദിയും അറിയില്ല. അപ്പോൾ അദ്ദേഹം നല്ല ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇംഗ്ലീഷിലെങ്കിലും ഞങ്ങൾക്ക് കുറേശ്ശെ വർത്തമാനം പറയാമല്ലോ. ഞാൻ വലിയ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളായിരുന്നില്ല അന്ന്, അറിയാം, എന്നാലും സംസാരിക്കാൻ വരില്ല. എന്നിട്ട് പിന്നെ പഠിച്ചതാണ്, നല്ല പരിശീലനവും സമ്പന്നതയും ഒക്കെ പിന്നെ കിട്ടിയതാണ്. അപ്പോൾ ആ ഗുരുവിനെ കണ്ടതാണ്. കണ്ടിട്ട് എന്ത് ചെയ്തു? ഞങ്ങളൊക്കെ സാഷ്ടാംഗം നമസ്കരിക്കുന്നവരാ. നമസ്കരിച്ച അമ്മ പറയാറുണ്ട്, കൈ കൊണ്ട് കാല് തൊട്ട് നമസ്കരിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ നമസ്കരിച്ചു. അദ്ദേഹം കുന്തിച്ചിരിക്കുക. അങ്ങനെ എണീറ്റ ഉടനെ പിടിച്ചങ്ങോട്ട് കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു ചുംബനം ഒന്ന് ഉമ്മ വെച്ചു. ഞാൻ വിചാരിച്ചു, ഇത് എന്താപ്പം അത്? എനിക്ക് വയസ്സായതിന് ശേഷം എൻ്റെ അച്ഛനോ അമ്മയോ ഓരോ ഒറ്റ ആളെനിക്കൊരു ചുംബനം തന്നതായിട്ട് തോന്നുന്നില്ലല്ലോ. ഇത് താടിയും തലയും എല്ലും തോലുമായിട്ടുള്ള ഒരാൾ ആദ്യമായിട്ട് കണ്ട ഒരു കുട്ടിയെ നമസ്കരിച്ചപ്പോൾ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് അതൊന്നുമല്ല, കെട്ടിപ്പിടിച്ചിട്ട് ഒരു ചുംബനം. ഇത്ര അധികം ഒരടുപ്പമോ ഒരധികാരമോ ഒരു ഉടമസ്ഥാവകാശമോ എന്നിങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. വല്ലാത്തൊരു തോന്നലായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടത് മുതൽ ഈ ഒരു സമ്പർക്കം നടന്നതിന് ശേഷം അദ്ദേഹത്തിനോട് എനിക്കൊരു സ്നേഹമസൃണമായ ഒരു സമീപനമാണ് എനിക്കുണ്ടായത്. അത് അന്നു മുതൽക്ക് ഇന്നുമുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു സദ്ഗുരുവിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയം കുളിർപ്പിക്കുന്നതും അനിതര സാധാരണവുമായ ഒരു സമ്പർക്ക വിശേഷമാണത്. നിങ്ങൾ വിചാരിക്കും ഒക്കെ തൊഴുത് നമസ്കരിച്ചു, എന്തെങ്കിലും ദക്ഷിണ എന്ന് നിങ്ങൾ പറയും, ഉപഹാരം സമർപ്പിച്ചു, അങ്ങനെ സമർപ്പിച്ച് എൻ്റെ ഗുരുവായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സദ്ഗുരുവും ശിഷ്യനുമായി എന്ന് വിചാരിക്കരുത്. നമ്മുടെ മനസ്സുകൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒരു വിശേഷപ്പെട്ട സമ്പർക്കാനുഭവമാണത്. ആ ആളെ അങ്ങോട്ട് കണ്ടാൽ പിന്നെ തോന്നുകയായി എൻ്റെ ജീവിതത്തിന് ഒരർത്ഥവും ഒരു പ്രസക്തിയും ഒരാവശ്യവും ഒരു പൂരണവും ഈ ആൾ മൂലമുണ്ടാവുന്നു. അവിടെ നിങ്ങളുടെ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള കലവറയും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. ഓരോ ദിവസവും ഞാൻ അദ്ദേഹത്തിന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഉള്ളത് മുഴുവൻ തുറന്നു പറയുന്ന ആളാണെന്നാണ്. ഒരു പക്ഷേ എൻ്റെ അച്ഛനോട് ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവില്ല, അമ്മയോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവില്ല, സഹോദരന്മാരോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ഗുരുവിനോട് എനിക്ക് സംസാരിക്കുന്നതിൽ ഒരു കർട്ടൻ, ഒരു തിരശ്ശീല ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. അദ്ദേഹം എന്നോടും അങ്ങനെയാണെന്നാണ് അന്നു മുതൽക്ക് ഇന്നേ വരെയുള്ള വിശ്വാസം, എൻ്റെ അനുഭവം. അപ്പോൾ ഒരു സദ്ഗുരുവിനെ കിട്ടണം എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുമ്പോൾ അത് വാനപ്രസ്ഥത്തിൻ്റെ ഭാഗമാണ്. ഈ കണ്ട കാലമത്രയും ദേഹബന്ധങ്ങളോടുകൂടി, രക്തബന്ധങ്ങളോടുകൂടി, വിവാഹബന്ധത്തോടുകൂടി ജീവിച്ചു ഞാൻ. ആ ഗൃഹസ്ഥനായിരിക്കുമ്പോൾ പലതും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പലതും പിശുക്ക് പിടിച്ചിട്ടുണ്ടാവും, പലതും നിർത്തിവെച്ചിട്ടുണ്ടാവും. കുടുംബത്തിന് ഒരു തകരാറ് വരരുതല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ദേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധമാണ് ഈ കുടുംബ ബന്ധം. ആ ദേഹബന്ധങ്ങളെയൊക്കെ വിട്ട് എനിക്കിപ്പോൾ ഒരു ആത്മബന്ധത്തിനുള്ള സമയം വന്നു. ഞാൻ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ജീവനാണ് ശാസ്ത്രവും പറയുന്നു. ആ ജീവന് ഒരു ആശ്രയ സങ്കേതം വേണം, അതിന് ഒരഭയം വേണം എനിക്ക്. അതിന് എല്ലാ വിധത്തിലും അങ്ങനെ അമർന്ന് കിടക്കാൻ, വിശ്രമിക്കാൻ വിശ്വാസത്തോടുകൂടി ഒരു കേന്ദ്രം എനിക്കുണ്ടാവണം എന്ന് വിചാരിക്കുമ്പോഴാണ് സാക്ഷാത് ഭഗവാൻ തന്നെ സാക്ഷാത് ശ്രീ ഗുരുരൂപമേത്യ കൃപയാ ദൃഗ്ഗോചരസൻ പ്രഭു തത്വം സാധു വിബോധ്യ താരയതി താൻ സംസാര ദുഃഖാർണവാത്. നമ്മുടെ മനസ്സിലുള്ള അസമാധാനമൊക്കെ മാറ്റി, ബുദ്ധിക്കുള്ള സംശയങ്ങളൊക്കെ തീർത്ത്, അഹങ്കാരത്തിൻ്റെ അക്രമമായിരിക്കുന്ന പ്രകടനമൊക്കെ ഒഴിവാക്കി നമ്മുടെ ഉള്ളിൽ ശാന്തമാവാനും തൃപ്തമാവാനും സ്ഥിരമാവാനും വേണ്ടിയുള്ള തത്വങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗുരുവിൻ്റെ രൂപത്തിൽ
സാക്ഷാത് ജഗദീശ്വരൻ തന്നെ അവതരിച്ച് മുൻപിൽ നിൽക്കുന്നു എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സദ്ഗുരുവിനെ തേടുന്നതാണ് എനിക്ക് തോന്നുന്നു ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് മേപ്പെട്ടു പോവാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി. ആ സദ്ഗുരുവുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായതിന് ശേഷം പിന്നെ അദ്ദേഹം പറഞ്ഞു തരും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഗൃഹത്തിലിരിക്കണോ അതോ ഗൃഹം വിട്ട് വാനപ്രസ്ഥ നിലയങ്ങളിൽ ചെല്ലണമോ? ഞങ്ങൾ ഒരു വാനപ്രസ്ഥ നിലയം നടത്തി 1986 മുതൽ വ്യാസഗിരി വ്യാസതപോവനത്തിൽ. അതിന് പേര് കൊടുത്തത് തന്നെ വാനപ്രസ്ഥ നിലയം എന്നാണ്. എന്താ അത്? മക്കളുടെ കൂടെ ഇരിക്കാൻ അവസരമില്ല, അല്ലെങ്കിൽ മതി എന്നൊരു തോന്നൽ. അങ്ങനെയുള്ള ദമ്പതികൾ പലരും അവിടെ വന്ന് താമസിച്ചു കൊണ്ടിരുന്നു. ഇപ്പം 50-60 ആളുണ്ട്. 100 ചില്ലാനും പേരുണ്ടായിരുന്നു. പലരും അവിടെ വന്ന് മരിച്ചു. അവർക്ക് മക്കളില്ലാത്തവരല്ല, കുട്ടികളില്ലാത്തവരല്ല. ആ മക്കളുമായിട്ട് അവർക്ക് ഒരലോക്യവുമില്ല. എന്നാലും മക്കൾ വിദേശത്താണ്, മറ്റൊരു സ്ഥലത്താണ്. ഞങ്ങൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാം. അവിടെ നാമജപമുണ്ട്, ഒരു ദക്ഷിണാമൂർത്തി ക്ഷേത്രമുണ്ട്. കയ്യിൽ ഗ്രന്ഥക്കെട്ടും എഴുത്താണിയുമാണ് ദക്ഷിണാമൂർത്തിക്ക്. അദ്ദേഹം വിദ്യയുടെ ഒരു മൂർത്തിയാണ്. അപ്പം നമുക്ക് ആവശ്യം എന്താ? ആത്മജ്ഞാനം, മോക്ഷം. അത് പ്രദാനം ചെയ്യാനുള്ള ഒരു മൂർത്തി കൂടിയാണ് ഈ ദക്ഷിണാമൂർത്തി. ബുദ്ധിമാന്ദ്യമൊക്കെ ഒഴിവാക്കി എപ്പിലെപ്സി മുതലായിട്ടുള്ള രോഗങ്ങൾക്ക് നിവാരണം വരുത്തി പ്രതിഭാശാലിത്വം, ധിഷണ, മേധാവിത്വം ഇതൊക്കെ പ്രദാനം ചെയ്യുന്ന വിശേഷപ്പെട്ട ഒരു സങ്കല്പമാണ് ദക്ഷിണാമൂർത്തി. അദ്ദേഹം എപ്പോഴും തെക്കോട്ട് നോക്കിയിട്ടായിരിക്കണം. സാധാരണ ഒരാൾ മരിച്ചാൽ തെക്കോട്ട് തലവെച്ചാണ് നമ്മൾ ശവശരീരം കടത്താറുള്ളത്. ആ തെക്ക് ഭാഗത്തെ യമൻ്റെ ഭാഗം എന്നാണ് പറയുക. അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യരിൽ മർത്യഭാവം നീക്കി, മരിക്കുമല്ലോ എന്നുള്ള ഭാവം നീക്കി അമർത്യനാക്കി തീർക്കുന്നതായ ഒരു അനുഗ്രഹം, ഒരു വീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ. വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത്. എല്ലാം കൂടി 4 ആശ്രമമാണെന്ന് നിങ്ങൾക്കിപ്പോൾ നല്ലപോലെ അറിഞ്ഞു കാണും. ആദ്യത്തേത് ബ്രഹ്മചര്യം, രണ്ടാമത്തത് ഗാർഹസ്ഥ്യം, വീട്ടിലുള്ള ജീവിതം. അധ്യയനം കഴിഞ്ഞ് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഉടനെ സ്നാതകനായി ആ ആളെ സ്വീകരിച്ചു. എന്നിട്ട് പിന്നെ വിവാഹം കഴിക്കാനാണ് പുറപ്പെടുക. ആ വിവാഹത്തിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു മുൻപ്, ഓർമ്മ വെച്ചോളൂ, വംശവൃദ്ധിയാണെന്ന്. അപ്പോൾ ആ വിവാഹ ജീവിതവും ഏതാണ്ട് സഫലമായി, സമ്പൂർണമായി, ആൺകുട്ടികൾക്ക് പ്രായമായി എന്ന് വന്നാൽ പിന്നെയും ഈ വീട്ടിൽ പിടിച്ചു നിൽക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ 4 ആശ്രമം എന്ന് പറയുമ്പോൾ 4ഉം ഒരുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ 2 ആശ്രമം വരെ നിങ്ങൾ കൊണ്ടു നടക്കും. 3ഉം 4ഉം വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ശരിയാവില്ല. അതുകൊണ്ട് വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ കാലത്ത് വാനപ്രസ്ഥ ജീവിതം എങ്ങനെ കൊണ്ടു നടക്കാം എന്നുള്ളതിൻ്റെ ഒരു വിവരണവും ഞാൻ നിങ്ങളോട് പറയുണ്ടായി. വനം വിവിക്ഷു പുത്രേഷു ഭാര്യാമ്യസ്യ സഹൈവ വാ വനയേവ വസേച്ഛാന്തഃ തൃതീയം ഭാഗമായുഷ. എങ്ങനെ നാം വീട്ടിൽ താമസിച്ചോ സുഖസൗകര്യങ്ങളോടുകൂടി, ചിലപ്പോഴൊക്കെ ആർഭാടവും ആഡംബരത്തോടു കൂടി താമസിച്ചുവോ, അതേമാതിരി നിങ്ങളൊരു തീരുമാനമെടുക്കണം. എന്താ തീരുമാനം? ഈ ആഡംബരവും ഇതൊക്കെ ഒരു കാലം വരെയേ ഉള്ളൂ. ജീവിതം എന്ന് പറയുക ജീവിക്കുക, അതിജീവിക്കുക. ഏത് ദശയിലാണോ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്, ഓരോ ദിവസവും ആ ദശയെ അതിജീവിക്കുന്നതാകണം നിങ്ങളുടെ മനസ്സും ചിന്താഗതിയും സംസ്കാരവും ലക്ഷ്യവും മൂല്യവും എല്ലാം തന്നെ. അപ്പോൾ ഗൃഹസ്ഥ ജീവിതം നടത്തി എത്ര കാലം? 10, 25, 30 കൊല്ലമൊക്കെ ജീവിച്ചു. 60 വയസ്സ് വരെ പരമാവധി ജീവിച്ചോളൂ. എന്നിട്ടും ആ വീട്ടിൽ തന്നെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ടോ? അർത്ഥമില്ല. അപ്പോൾ എന്തു വേണം? ആ വീട്ടിൽ നിന്ന് മനഃപൂർവ്വം ഒരു തീരുമാനത്തോടു കൂടി പുറത്തേക്ക് പോകണം. അതെങ്ങനെയാ? നിങ്ങളത് സാധ്യമല്ല, അസംഭാവ്യമാണെന്ന് വിചാരിക്കരുത്. ഒരു ബ്രഹ്മചാരി ഗുരുകുലത്തിൽ എങ്ങനെയായിരുന്നത്? ഇപ്പോൾ കൃഷ്ണൻ ബ്രഹ്മചാരിയായിട്ട് കൊണ്ടാക്കി സാന്ദീപനി മഹർഷിയുടെ കുടീരത്തിൽ കൊണ്ടുപോയി ആക്കിയപ്പോൾ ആ വസുദേവനും ദേവകിയും നൽകുമായിരുന്ന സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുമോ? കാട്ടിലേക്ക് വിറക് കൊണ്ടുവരാനല്ലേ കൃഷ്ണനും സുദാമാവും കൂടി പോയതും രാത്രി അവിടെ തങ്ങിയതും. അപ്പം നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്ത് അവർക്ക് മനഃപൂർവ്വം ഞാൻ ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് വീട്ടിലുള്ള സുഖസൗകര്യങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് കൂടി അവിടെ ഗുരുവിനെ ശുശ്രൂഷിച്ച് ആ ജീവിതകാലം മുഴുവനും ഒരു തപസ്സായി കണക്കാക്കിയിട്ടാണ് ഞാനിവിടെ ജീവിക്കാൻ പോണത് എന്ന് വിചാരിച്ചു പോയാൽ അവിടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രഗിണി വിഷമം എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയില്ല. നമ്മൾക്ക് ഓർക്കാപ്പുറത്ത് ദാരിദ്ര്യമോ വിഷമങ്ങളോ വന്നാലാണ് മനസ്സിന് ദുഃഖമുണ്ടാകുന്നത്. വിഷമിക്കാനും
വേണ്ടി വന്നാൽ ദുഃഖിക്കാനും തീരുമാനിച്ചങ്ങോട്ട് പുറപ്പെടുകയാണെങ്കിലോ, അപ്പോൾ ഈ വരുന്നത് മുഴുവനും നമുക്ക് ഉള്ളിൽ ധന്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഒരു തപസ്സായി ഡെയിലി ഷെയ്വ് ചെയ്യുന്നവരെ ഷെയ്വിങ് നിർത്തി, കറുത്ത വസ്ത്രം ഉടുത്തു, എപ്പോൾ നോക്കിയാലും ശരണം വിളിയായി, കാലിൽ ചെരുപ്പിടില്ല. അവരുടെ ഊണൊക്കെ അവരുടെ സൗകര്യം പോലെ ഒരു നേരം ഊണാക്കാം. അപ്പോൾ വീട്ടിൽ നിന്ന് അകന്ന് കഷ്ടപ്പെട്ടു പോവുക. തലയിൽ ഒരു കാലത്തും ഭാരമേറ്റാത്തവരാണ് ഇരുമുടിക്കെട്ടുമായിട്ട് പോകുന്നത്. അപ്പോൾ അവർ മനഃപൂർവ്വം അതങ്ങോട്ട് അവലംബിച്ചു, അംഗീകരിച്ചു, സ്വീകരിച്ചു എന്ന് വന്നാൽ അതിലൊരു വിഷമവും നമുക്ക് തോന്നില്ല. അയ്യോ, ഞാൻ നിലത്ത് കിടക്കുന്നുണ്ടല്ലോ, നിലത്തിൽ കിടക്കാനാണ് ശബരിമലയ്ക്ക് പോണത്, അപ്പോൾ പിന്നെ നിലത്ത് കിടക്കുന്നത് ഒരു വിഷമാവുമോ? ഒരു തപസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സാധാരണ ഇന്ന് വീട്ടിൽ ആർക്കും ഊണ് കഴിക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്ന പട്ടിണി കിടക്കുന്ന വീടുകളെ മാതിരിയാണോ നിങ്ങളുടെ പട്ടിണി? നിങ്ങളുടെ പട്ടിണി ഒരു വ്രതമാണ്, ഒരു അനുഷ്ഠാനമാണ്, മനഃപൂർവ്വമാണ് ചെയ്യുന്നത്. കയ്യിൽ കാശില്ലാതെയോ വയ്ക്കാൻ അരിയോ പദാർത്ഥങ്ങളോ ഇല്ലാത്തത് കൊണ്ടല്ല പട്ടിണി. പട്ടിണി ഒരു അനുഷ്ഠാനമായി, ഒരു വ്രതമായി, ഒരു ഉപവാസമായി നമ്മൾ സ്വീകരിച്ചിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ധന്യമായി, വളരെയധികം ഉള്ളിലേക്ക് ശക്തി, അനുഗ്രഹം, ബലം എല്ലാം തരാൻ പറ്റിയ മാതിരിയാണ്. അതുപോലെ വേണം ഗൃഹസ്ഥന്മാർ വാനപ്രസ്ഥചര്യ സ്വീകരിക്കാൻ. അത് ഞെളിയേണ്ട, അതിൽ യാതൊരു വിധത്തിലുള്ള കൂസലും നിങ്ങൾക്കുണ്ടാവരുത്. 4 ആശ്രമമുണ്ട് മനുഷ്യജീവിതത്തിൽ, അതിൽ 2 കഴിഞ്ഞിട്ടുള്ളൂ. 3ാമത്തത് വാനപ്രസ്ഥചര്യയാണ്. ഇത്ര നാളും ഞാൻ വീട്ടിലിരുന്ന് വീട്ടംഗങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു കഴിഞ്ഞുകൂടി. ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ സ്ഥിതി എന്താ? വീട്ടുകാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കില്ല. മക്കളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അമ്മ കൂടെ വരികയാണെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ അമ്മയെ മകൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്തങ്ങോട്ട് കിടക്കണം. ആ പുറത്ത് കിടക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? സുഖസമൃദ്ധിയോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, തപഃപൂർണതയോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു തീരുമാനത്തോടു കൂടി നിങ്ങൾ പുറത്ത് കിടന്നു നോക്കൂ, അപ്പോൾ അത് ഏറ്റവും വിശേഷപ്പെട്ടതാവും. അങ്ങനെ കിടക്കാനായിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങളെ സഹായിക്കേണ്ടത്? ഒരു ഭാഗത്ത് വിവേകം, വിശേഷബുദ്ധി വേണം, മറുഭാഗത്തോ വൈരാഗ്യവും വേണം. ഈ വിവേകം, വൈരാഗ്യം എന്ന് പറയുന്ന 2 സമ്പത്തുകളാണ് മനുഷ്യ ജീവിതത്തിന് മകുടം, കിരീടം അണിയിക്കുന്നത്. ശങ്കരാചാര്യർ വളരെ ഭംഗിയായിട്ട് പറയും, എന്ത്? വൈരാഗ്യബോധൗ പുരുഷസ്യ പക്ഷിവത് പക്ഷൗ വിജാനീഹി വിചക്ഷണത്വം. ബോധം, വൈരാഗ്യം. ബോധം എന്ന് പറഞ്ഞാൽ വിവേകം, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ലോകവസ്തുക്കളും നമ്മുടെ ശരീരമടക്കം എല്ലാം നശ്വരമാണല്ലോ എന്ന് വിചാരിച്ച് ആ നശ്വരതയോട് നിങ്ങൾക്ക് എന്തായിരിക്കും സമീപനം? അതാണ് വൈരാഗ്യം, വിരാഗത. അത് ബുദ്ധിപൂർവം ആലോചിച്ച് കാര്യങ്ങളെ വിലയിരുത്തി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഗുണമൂല്യം, ഒരു സമ്പന്നതയാണത്. അങ്ങനെ വൈരാഗ്യവും വിവേകവുമാണ് ഒരു പക്ഷിക്ക് 2 ചിറക് എങ്ങനെയോ അതുപോലെ ഒരു ജിജ്ഞാസുവിനെ സഹായിക്കാനുള്ളത്. ആ 2 ചിറകും നല്ല പോലെ അടിച്ച് അങ്ങനെ ആയാലേ വിമുക്തി സൗധാഗ്രലതാധിരോഹണം താഭ്യാം വിന നാന്യതരേണ ഗച്ഛതി. വിമുക്തി എന്ന് പറയുന്ന സൗധത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ 2 ചിറകടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഗൃഹസ്ഥാശ്രമത്തിൽ നിങ്ങൾക്ക് വിവേകമുണ്ടായി കാണും, വൈരാഗ്യവും ഉണ്ടായി കാണും. പക്ഷേ ആ വിവേകത്തെയും വൈരാഗ്യത്തെയും പിന്തുടരാനോ അനുധാവനം ചെയ്യാനോ ആ അനുധാവനം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിത പദ്ധതി രൂപീകരിക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല. എന്താ കാരണം? കുട്ടികൾ പറന്നു, അവരെ വളർത്തിക്കൊണ്ടുവരണം, അതിനുവേണ്ടി അധ്വാനിക്കണം, പല ത്യാഗങ്ങളും കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. നമുക്കിഷ്ടം പോലെ സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാ കാര്യവും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ശാസ്ത്രങ്ങളാണ് വായിക്കാൻ പറ്റിയെന്ന് വരില്ല. സത്സംഗങ്ങൾ പൂർണ്ണമായി നമ്മൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പം അതൊക്കെ ഒന്ന് ഒഴിച്ചു വച്ച് മതി എന്ന് തീരുമാനിക്കണം. എങ്ങനെ നിങ്ങൾ തീരുമാനിക്കും? വർണ്ണം, ആശ്രമം എന്ന് പറയുന്ന 4 എണ്ണാണ്. അതിൽ വർണ്ണം പ്രകൃതി രചിച്ച് നമുക്ക് തരുന്നതാണ്, ആശ്രമമോ നാം തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പം 4 ആശ്രമം പടിപ്പടിയായി കയറിയിട്ട് വേണം മനുഷ്യജന്മം സഫലമാകാൻ, സാഫല്യം കൈവരിക്കാൻ എന്ന് തീരുമാനിച്ച് 2 എണ്ണമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഈ 2 എണ്ണം ഞാൻ സ്വീകരിച്ചതുപോലെ ഇത് വിട്ട് 3ാം ക്ലാസ്, മേപ്പെട്ടുള്ള ക്ലാസ് എന്നുള്ള നിലയ്ക്ക് വാനപ്രസ്ഥചര്യയും എനിക്ക് വേണം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റണം. അതൊരു തീരുമാനമാണ്. ആ തീരുമാനം മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും വേണം വരാൻ. നിങ്ങൾ ഗൃഹസ്ഥാശ്രമം വേണ്ടതുപോലെ ജീവിച്ചു, മക്കൾക്ക് കൊടുക്കാനുള്ള സ്നേഹം കൊടുത്തു, മക്കളിൽ നിന്ന് കിട്ടാനുള്ള ആ കൊഞ്ചലും കുഴയിലുമൊക്കെ ധാരാളം ഉണ്ടായി അനുഭവിച്ചു. അവർ മുതിർന്നു. ഇപ്പം അവർ മടിയിലിരിക്കണം എന്ന് പറയില്ല, കെട്ടിപ്പിടിക്കണം എന്നും പറയില്ല.
അവർക്കിപ്പോൾ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി, അവരുടെ ലാളനയൊക്കെ അവരുടെ കുട്ടികളുടെ നേരെ വേണം പ്രയോഗിക്കാൻ എന്നുള്ളൊരു നില വന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാ എപ്പോഴും മേക്കാളം കെട്ടി അവരുടെ കൂടെ പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? എങ്ങനെ എല്ലാറ്റിലും പൂഴ്ന്ന് ഇറങ്ങിച്ചെന്നുവോ അതേമാതിരി എല്ലാറ്റിൽ നിന്നും നമുക്ക് കയറി പുറത്തു വരാനും സാധിക്കണം. ആദ്യത്തത് ഗ്രഹണമാണെങ്കിൽ രണ്ടാമത്തത് ത്യാഗമാണ്. എങ്ങനെ നിങ്ങൾ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം എന്ന് പറയുന്നതിൽ ഗ്രഹണബുദ്ധിയോടുകൂടി ഗ്രഹിച്ചുകൊണ്ടിരുന്നുവോ അതേമാതിരി ഇപ്പോൾ ത്യജനബുദ്ധിയോടുകൂടി ത്യാഗം ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. ഇത് ബുദ്ധിയുടെ ഒരു വളർച്ചയാണ്, സംസ്കാരത്തിൻ്റെ ഒരു പാരമ്യതയാണ്, ഒരു പാകമാണത്. അങ്ങനെ സംസ്കാരവും നിങ്ങളുടെ മനസ്സും ബുദ്ധിയുമെല്ലാം പാകപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാനപ്രസ്ഥം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അത് കാട്ടിൽ ചെന്ന് താമസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാനും സമ്മതിക്കുന്നു. അപ്പോൾ എന്തു വേണം എന്നുള്ളത് ഒരളവ് വരെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ നമ്മുടെ മുൻകാലത്ത് നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മുടെ രാജ്യത്തിൽ തന്നെ വാനപ്രസ്ഥന്മാരെങ്ങനെ ജീവിച്ചു, അവരുടെ ജീവിതവൃത്തി എന്തായിരുന്നു എന്ന് ഒന്ന് എത്തി നോക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ഉണർവും ഉത്സാഹവും തരും. രാജ്യസ്നേഹമുള്ള ചില പ്രധാനപ്പെട്ട നേതാക്കളും ത്യാഗശീലന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പലരും പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമത്തിൽ പലതും അവർ ത്യജിക്കുകയുണ്ടായി. ചിലർക്കൊക്കെ മരണം വരിക്കേണ്ടി വന്നു. ആ കഥയൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു സ്വാതന്ത്ര്യ സമരം വരാൻ പോകുന്നില്ല, ഒരു മുന്നേറ്റം. എന്നാലും നമ്മുടെ പൂർവികരങ്ങനെ ചെയ്തുല്ലോ എന്നുള്ള കഥകളും വിവരണങ്ങളും വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പല മാനസമായിരിക്കുന്ന നേട്ടങ്ങളും ഉത്സാഹവും ഉണർവും ഉജ്ജ്വലതയും ഒക്കെ വരും. അതേമാതിരി ഈ വാനപ്രസ്ഥ വിവരണം നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും വാനപ്രസ്ഥ നിഷ്ഠ ഉൾക്കൊള്ളാൻ ഒരു സഹായവും ഒരു പ്രേരണയുമാകാതെ വയ്യ. അപ്പം നമുക്കത് വായിച്ച് എന്താണെന്നുള്ളത് നോക്കാം. കന്ദമൂലഫലൈർവന്യൈഃ മേധ്യൈർവൃത്തിം പ്രകൽപ്പയേത് വസീതവൽക്കലം വാസഃ തൃണ പർണാജിനാനി ച. ഏതെങ്കിലും ഒരു ആദർശമോ ഒരു മൂല്യമോ ഒരു ലക്ഷ്യമോ നാം വിവരിക്കുന്ന സമയത്ത് അതിൽ മായം വെള്ളം ചേർക്കുകയോ ചെയ്യരുത്. തങ്കം എന്ന് പറയുമ്പോൾ 10 മാറ്റ് തങ്കം, അതാണ് ശരിയായിട്ടുള്ള തങ്കം എന്ന് പറയണം. അപ്പോൾ ഈ ആദർശത്തിൻ്റെ 100% ആർക്കും കൈവരിക്കാൻ പറ്റില്ല. ആ ആദർശം നന്നായി നമ്മളങ്ങോട്ട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ എന്തുവരും? അതിൻ്റെ ഒരു ദശാംശം പോലും നമുക്ക് കൈവരിക്കാൻ സാധിച്ചാൽ വലിയൊരു നേട്ടമാവും. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് എല്ലാം കൂടി 15 എന്ന്. അപ്പോൾ 15ൻ്റെ 1% എത്രയുണ്ടാവും? 1.5 ഉണ്ടാവുള്ളൂ. ഞാൻ നിങ്ങളോട് പറയണത് 10 ലക്ഷമാണെങ്കിലോ അതിൻ്റെ 1.5 എത്രയായി? അതുപോലെ ആദർശവും ലക്ഷ്യവും പറയുന്ന സമയത്ത് അതിൻ്റെ ആ പൂർണ്ണ തോതിൽ തന്നെ വേണം വിവരിക്കാൻ. അങ്ങനെ വിവരിച്ചു എന്നുണ്ടെങ്കിൽ എന്തു വരും? ഇപ്പോൾ ഒരു പരീക്ഷ എഴുതി 100 കുട്ടികൾ എഴുതി, എല്ലാവരും ഒരുപോലെ മാർക്ക് മേടിക്കുമോ? ഫസ്റ്റ് ക്ലാസ് എല്ലാവർക്കും കിട്ടുമോ? ഡിസ്റ്റിങ്ഷൻ എല്ലാവർക്കും കിട്ടുമോ? 100% മാർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ചെറുപ്പകാലത്തൊക്കെ മാർക്ക് വളരെ കുറവാണ്. കണക്കിൽ മാത്രമേ 100 സംസ്കൃതത്തിലൊക്കെ മാർക്കൊക്കെ കിട്ടാറുള്ളൂ, ബാക്കിയുള്ളതിലൊക്കെ വളരെ കുറവാണ്. ഇംഗ്ലീഷ് എത്ര നന്നായി എഴുതിയാലും ഒരു 40% വരെ മാർക്ക് കിട്ടാൻ വിഷമാണ്. ഇന്നത്തെ കാലത്ത് മാർക്കും രീതിയും പരീക്ഷയും ചോദ്യങ്ങളും ഒക്കെ മാറി. ഇപ്പം എന്താ 95, 98, 99 വരെയൊക്കെ മാർക്ക് 100-ൽ മേടിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ ഈ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും അങ്ങേയറ്റം പറയുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചെങ്കിലും നമുക്ക് സാക്ഷാത്കരിക്കാനോ അംഗീകരിക്കാനോ സാധിച്ചാൽ അത് വലിയ ഒരു തോതാവും. കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാത്. ഞാൻ ഈ പറയുന്ന കർമ്മയോഗമുണ്ടല്ലോ അതിൻ്റെ വളരെ സ്വൽപ്പമെങ്കിലും അർജുനന് അനുഷ്ഠിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഈ സംസാരം എന്ന് പറയുന്ന ഭയം കൊണ്ടും പാപഭയം കൊണ്ടാണല്ലോ വല്ലാതെ പൊലമ്പിയതും കരഞ്ഞതും അർജുനൻ. അതൊക്കെ നീങ്ങി കിട്ടുന്നു സ്വൽപ്പം വീതാ പറയുന്നത്. അതേമാതിരി ഈ വാനപ്രസ്ഥ ജീവിതം പൂർണ്ണതോതിൽ ഈ ശാസ്ത്രത്തിൽ പറയുന്ന രീതിയിൽ പൂർണ്ണതോതിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ എത്രയാണ് ഞാൻ പറയുക, ഒരു 25 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 15, 8% നിങ്ങൾ ഉൾക്കൊള്ളുമെങ്കിൽ ആ 8 വലിയൊരു നേട്ടമാണ് നിങ്ങൾ കണക്കുക. അങ്ങനെ വിചാരിച്ചു വേണം ഇത് കേൾക്കാനും ഗ്രഹിക്കാനും. കന്ദമൂലഫലൈർവന്യൈഃ. വീട്ടിലിരിക്കുമ്പോൾ നാട്ടുപുറത്തും ധാന്യമേഖലകളിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ധാന്യങ്ങളും സാധനങ്ങളും കായ്കറികളും ഒക്കെയാണ് നമ്മൾ മേടിച്ച് കഴിക്കുക. ബസാറിൽ കൊണ്ടുവരും, മാർക്കറ്റിൽ, അങ്ങാടിയിൽ.
ഇവിടെ ചെന്നാലോ ഒരു സാധനം, അവിടെയൊക്കെ പോകുമ്പോൾ കയ്യിൽ കാശ് വേണം, മാർക്കറ്റിൽ പോകുമ്പോൾ കയ്യിൽ പൈസ വേണ്ടേ, പൈസ കൊണ്ട് കൊടുത്തിട്ട് വേണ്ടേ സാധനങ്ങൾ മേടിക്കാൻ. ഇത് ഉള്ളതെല്ലാം വിട്ടിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത്. അപ്പം പിന്നെ നമുക്ക് ഭക്ഷണം എവിടുന്നാ കിട്ടുക? വന്യൈഹി, വനത്തിൽ വളരുന്നത്. അവിടെ ആരും എടുക്കാൻ വരുന്നില്ല. അപ്പോൾ വനത്തിൽ പല തരത്തിലുള്ള ചെടികളുണ്ടാവും. അതിൽ ചിലത് പൂവ്, ഇല, കായ ഒക്കെ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള വന്യമായിരിക്കുന്ന കന്ദമൂലഫലൈഹി, അതിൽ കിഴങ്ങുണ്ട്, വേരുകളുണ്ട്, പഴമുണ്ട്. വേദ്യൈർവൃത്തിം പ്രകൽപ്പയേ, അത് വനത്തിൽ സ്വാഭാവികമായി വളരുന്നത് കൊണ്ട് നമുക്ക് കഴിക്കാം എന്നുള്ള തരത്തിലുള്ള പല കായ്കനികളും അവിടെയുണ്ട്. അത് വളരെ പവിത്രമായിരിക്കും. അവിടെ മൃഗങ്ങളോ പക്ഷികളോ കൂടെ വളരണു എന്നല്ലാതെ ഒരു ദുഷ്ടമനസ്സോടുകൂടി, ആർത്തിയോടുകൂടി, അല്ലെങ്കിൽ ക്ഷോഭത്തോടുകൂടി ഉണ്ടാക്കി എന്ന് പറയാൻ അവിടെ മനുഷ്യഹസ്തങ്ങളോ മനസ്സോ ഇല്ല. അപ്പോൾ സ്വതവേ സ്വാഭാവികമായി തന്നെ അവ മേധ്യങ്ങളായിരിക്കും, വളരെ പവിത്രം, ശുദ്ധിയുള്ളതാവും. വൃത്തിം പ്രകൽപ്പയേ, ഒരു മനുഷ്യന് എന്താ ആവശ്യം? വാനപ്രസ്ഥനായി എന്നുണ്ടെങ്കിൽ എന്തു വേണം? ശരീരത്തിൽ നേരിയ തോതിലുള്ള വസ്ത്രം എന്തെങ്കിലും ധരിക്കണം. പിന്നെയോ കുടിക്കാൻ വെള്ളം വേണം. കഴിക്കാനായിട്ട് എന്താ വേണ്ടത്? കുറച്ച് ഭക്ഷണം വേണം. വീട്ടിലിരിക്കുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ മാനം കാക്കുക, സമാന ജീവിതമുള്ളവരുടെ അതിന് യോജിച്ച തരത്തിൽ വേഷം കെട്ടുക, പുറത്തു പോകുമ്പോൾ നല്ല വേഷം അണിയുക, ഇങ്ങനെ പല ആവശ്യങ്ങളും മാനദണ്ഡങ്ങളും ഗൃഹസ്ഥ ജീവിതത്തിലാണ്. അതൊക്കെ മനഃപൂർവ്വം വിട്ടിട്ടാണ് പോണത്. പേടിച്ചിട്ടല്ല, നിരാശ കൊണ്ടല്ല, പ്രത്യേകമായ ഒരു സമ്മർദ്ദമോ ഒരു പ്രേരണയോ ഇല്ല. മനുഷ്യജീവിതത്തിൽ നമ്മുടെ പൂർവ്വകാലം മുതൽക്ക് തന്നെ 4 ആശ്രമങ്ങൾ, ശ്രേണികൾ വിധിച്ചിട്ടുണ്ട്. അതിൽ 2 എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ, 3ാമത്തതിലേക്ക് കിടക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയുക? നല്ല ഒരു കന്യക, ഏറ്റവും അനുയോജ്യനായിരിക്കുന്ന ഒരു വരന് അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ മനസ്സിലും അച്ഛനമ്മമാരുടെ മനസ്സിലും എന്ത് വിചാരമാണോ ഉണ്ടാവുക? ഈ കുട്ടിക്ക് സാഫല്യവും സൗഭാഗ്യവും സന്തോഷവും ഉണ്ടാവാനാണ് കൊടുക്കുന്നത് എന്ന് വിചാരിച്ച മാതിരി വീട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം. ഋഷഭദേവൻ മഹാരാജാവായിരുന്നു. അദ്ദേഹം മക്കളെ വിളിച്ച് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അതേ രാജധാനിയിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് കടന്നു. അവധൂത വൃത്തിയാണ് സ്വീകരിച്ചു പോയതെന്ന് ശ്രീമദ് ഭാഗവതം 5ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ടല്ലോ. ആ ഋഷഭദേവൻ എങ്ങനെ അത് സാധിച്ചു? എന്നിട്ടാണോ ഗൃഹസ്ഥ ദേവന്മാരായ നിങ്ങൾക്ക് സാധിക്കാതെ ഇരിക്കാൻ പോകുന്നത്? മനസ്സ് വികസിക്കട്ടെ, ബുദ്ധിക്ക് കൂടുതൽ ഉണർവും ഉത്തേജനവും ഉണ്ടാകട്ടെ, നിങ്ങളുടെ ഹൃദയം ശുദ്ധ നിർമ്മലമാകട്ടെ. തന്നെത്താനെ ഇത് മുഴുവനും സാധിക്കും. പർവ്വതം എന്ന് തോന്നുന്നത് ഒരു ചെറിയ കുന്നായി തീരും. സമുദ്രം എന്ന് വിചാരിക്കുന്നത് ചെറിയ ഒരു കുളമായി തീരും. നമ്മുടെ മുൻപിൽ ഒരു വിഷമങ്ങളും ഒരു തകരാറുകളും ഒരു പ്രതിബന്ധങ്ങളും ഉണ്ടാവില്ല. മനസ്സാണ് എല്ലാറ്റിനും പ്രമാണം. അപ്പം അവിടെ പോയാൽ എന്തു വേണം? വലിയ വസ്ത്രധാരണം ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും ഒരു മുണ്ട അരയിലുടുത്തു. പുരുഷന്മാരാണെങ്കിൽ മുകളിൽ വസ്ത്രം വേണ്ട. സ്ത്രീകൾ കൂടെ ഉണ്ടെങ്കിലോ അവർക്ക് മാത്രം ഒരു വസ്ത്രം അരയ്ക്ക് മേപ്പെട്ടും വേണം. അങ്ങനെ കഴിക്കാനുള്ള ഭക്ഷണം ഒറ്റ സാധനം നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വയ്ക്കുക, വിളമ്പുക, കൊടക്കുക, പാത്രം കഴുകുക, ഇങ്ങനെയുള്ള ഏർപ്പാടുകളൊന്നുമില്ല. ഒക്കെ വന്യപദാർത്ഥങ്ങളാണ് കിട്ടുക. അത് സ്വാഭാവികമായി ശുദ്ധമാണ് താനും. അതുകൊണ്ട് വേണം വൃത്തിം പ്രകൽപ്പയേ. നമ്മുടെ ജീവിതനിഷ്ഠ അതാ. എന്തു പറ്റി? ഞാൻ വാനപ്രസ്ഥനാണല്ലേ. അപ്പം നമ്മൾ കഴിക്കുന്നത് കണ്ടാൽ ബാക്കിയുള്ളവർ ആസ്വദിക്കും. നേരെ മറിച്ച് വീട്ടിൽ പഞ്ഞവും ദാരിദ്ര്യവുമാണെങ്കിൽ എല്ലാവരും പിന്മാറി നിൽക്കും. അവിടെ പോവാൻ കൊള്ളില്ല, പടുദരിദ്രം, കഷ്ടം. ആ വീട്ടിലേക്ക് പിന്നെ ആരും വരില്ല, സ്നേഹിതന്മാരൊക്കെ അകന്നു പോകും. വാനപ്രസ്ഥനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശബരിമലയ്ക്ക് പോണ ഒരു അയ്യപ്പൻ ചെരുപ്പില്ലാതെ നടന്നാൽ നോക്കടോ അയാൾ ചെരുപ്പില്ലാതെ പോണു എന്ന് പറഞ്ഞ് ആരെങ്കിലും പരിഹസിക്കാറുണ്ടോ? ഒരു അയ്യപ്പ ഭക്തനെ നോക്കി പരിഹസിച്ചാൽ മഹാപാപാണത്. അത് നമ്മൾ ആസ്വദിക്കുകയാണ്. നോക്കൂ, തലയിൽ ഇരുമുടിക്കെട്ടും, കാലിൽ പാദരക്ഷയില്ലാതെ നടക്കണു ആ മനുഷ്യൻ. വലിയ ആഫീസറാ, ടൈയും സോട്ടും കോട്ടും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം പോണത്. പക്ഷേ ഇരുമുടിക്കെട്ട് തലയിൽ കയറുമ്പോൾ ഒന്നുമില്ല, പോണുതാ കറുത്ത മുണ്ടുടുത്തിട്ട്. എല്ലാവരും ഒരുപോലെയാണ്, കണ്ട ഒരു വ്യത്യാസവും ഇല്ല. അതെങ്ങനെ സാധിക്കണു? 41 ദിവസം 2 മാസമൊക്കെയാണ് വ്രതം. 12 മാസങ്ങളിൽ 2 മാസം ഇങ്ങനെ വ്രതം അനുഷ്ഠിക്കാമെങ്കിൽ നമുക്ക് വയസ്സാവുന്നതോടുകൂടി ആജീവനാന്തം വാനപ്രസ്ഥനായിട്ടും കഴിയാം. അപ്പോൾ പ്രകൽപ്പയേ, അങ്ങനെയുള്ള ഒരു ജീവിതവൃത്തി മനസ്സുകൊണ്ട് നാം അംഗീകരിക്കണം.
ബുദ്ധി കൊണ്ട് നാം ആലോചിച്ച് നിശ്ചയിക്കണം. വസീത വൽക്കലം വാസഹ. വൽക്കലം ഉടുത്തു കഴിയണം. വൽക്കലം എന്ന് പറഞ്ഞാൽ എന്താ? മരവുരി. ചില മരങ്ങളുണ്ട്, ആ മരത്തിന് ഒരു പ്രത്യേക തോലാണ്. അപ്പോൾ ആ തോല് നമുക്ക് അതിൽ നിന്ന് ചീന്തി ഇങ്ങോട്ട് എടുത്ത് കുറച്ചൊന്ന് ചതച്ച് വെടുപ്പാക്കിയാൽ ആ പുറത്തിൽ ഇങ്ങനെ ഉരിഞ്ഞു പോകാവുന്ന ഒരു തോലുണ്ട്. അത് കഴിഞ്ഞാൽ ഉടുക്കാൻ ബഹുരസ. ആദ്യം ഉടുക്കുന്ന സമയത്ത് വലിയ കനമൊക്കെ തോന്നും. അത് വെറുതെ മടക്കി കുത്താനൊന്നും പറ്റിയെന്ന് വരില്ല. അരയിൽ അങ്ങോട്ട് കെട്ടുക, എന്നിട്ട് ഒരു ചരടെടുത്ത് ഒരു വള്ളി എടുത്തിട്ട് വരിഞ്ഞ് അങ്ങോട്ട് കെട്ടി നടക്കുക. ആദ്യത്തെ ഒരാഴ്ചയോ 10 ദിവസമോ വിഷമം തോന്നും. കുറച്ച് കഴിഞ്ഞാൽ അതൊരു രസമാണ്. ഇനി അത് മാറ്റി ഒരു മുണ്ടുടുത്താലോ, അയ്യോ എൻ്റെ ശരീരത്തിലൊന്നുമില്ല, ഞാൻ നഗ്നനാണെന്ന് വരെ തോന്നാം. അപ്പം ആദ്യം വിഷമം ഉണ്ടാവും. ഈ മരവുരി ആയതുകൊണ്ട് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം, എവിടെ വേണമെങ്കിൽ കിടക്കാം. ആ മരവുരി കനുള്ളത് കൊണ്ട് പൊടികളും പൊടിപടലങ്ങളും ഒക്കെ പുറത്തേ ആവുള്ളൂ, ഉള്ളിലേക്ക് വരില്ല. ഇനി കിടക്കുന്ന സ്ഥലമോ അതും മരവുരി തന്നെ. വേണമെങ്കിൽ ഒരു കുടീരം ഉണ്ടാക്കുക. ആ കുടീരം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്താ? വന്യപദാർത്ഥങ്ങൾ. മുളയാവാം, മരത്തിൻ്റെ കൊമ്പാവാം, അങ്ങനെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ വെച്ചു കുറേ ഇലകളൊക്കെ എടുത്ത് കെട്ടി. വേറെ ജോലിയൊന്നുമില്ലല്ലോ, അപ്പോൾ അവനവർ തന്നെ ചെയ്യാം. ഞാൻ ഭൂതനാഥ് കേവ്സിൽ പോയി, എവിടെ? ഋഷികേശത്തിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ ടാട്ട്വാല എന്ന് പറഞ്ഞിട്ട് ഒരു മഹാത്മാവ്, ഒരു സന്യാസി വരിണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ ഗുഹയുണ്ടാക്കുക. ഈ ഗുഹ എന്ന് പറഞ്ഞാൽ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ചില പർവ്വതങ്ങളുണ്ട്, ആ പർവ്വതങ്ങൾ മണ്ണല്ല, നമ്മുടെ രാജ്യത്തുള്ളതുപോലെ കരിങ്കല്ലുമല്ല, കരിമ്പാറയുമല്ല. ഇങ്ങനെ സ്ലേറ്റ് പോലെ അടർന്ന് വരാവുന്നത്, ഇങ്ങനെ അടർന്ന് വരാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഒരു നല്ലത് എത്രയാ പറയുക, ഒരു ഇഞ്ച് 1.5 ഇഞ്ച് കനം, ഒരടിയോ അല്ലെങ്കിൽ 9 ഇഞ്ചോ നീളം, അങ്ങനെയുള്ള ഒരു ഉളി ഉണ്ടാക്കി പരത്തി കൂർമ്മിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് ചിറ്റി കൊണ്ട് ഇങ്ങനെ അടിക്കുക. അപ്പോൾ കുറേ നേരം അടിച്ചാൽ ഒരു കല്ല് താഴ്ത്തു വീഴും. അങ്ങനെ അടർത്തി തുരന്നുണ്ടാക്കുകയാണ് ഒരു ഗുഹ. പ്രകൃതിയാ ഉണ്ടായിട്ടുള്ള ഗുഹകൾ വളരെ കുറയും. ഇത് നമ്മുടെ ഇഷ്ടം പോലെ തുറക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ അദ്ദേഹം ചെയ്തത് 3-4 ഗുഹ ഉണ്ടാക്കുക. വേറെ ഒരു ജോലിയില്ല. കാര്യം കാണുന്നവർക്ക് അത് ഗുഹയുണ്ടാക്കുക. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതെന്താ? ഒന്നാന്തരം തപസ്സും നിഷ്ഠയുമാണ്. ആരും വെറുതെ ഇരിക്കണം എന്ന് പറയണില്ല. കാട്ടിലും നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും. എന്താ നല്ലതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പറക്കിയെടുത്തോളൂ, ചെയ്യാം. അപ്പോൾ വസീത വൽക്കലം വ്യാസഹ തൃണപർണാജിനാനിജ. ഇനി വൽക്കലം വേണ്ട എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? പുല്ല്, ആ പുല്ല് കൊണ്ട് നെയ്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. പർണം, ഇലകൾ കൂട്ടിത്തുന്നി, നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ വാഴപ്പോള കൂട്ടിത്തുന്നി ഉണ്ടാക്കാറില്ലേ? അതുപോലെ നമുക്ക് കൂട്ടിത്തുന്നി ഉണ്ടാക്കാം. തൃണപർണാജിനാനിജ. അപ്പോൾ എത്ര ഓൾട്ടർനേറ്റാണ് ഇപ്പോൾ അവിടെ നിങ്ങളെ കാണാൻ അനവധി ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കാണുന്നത് അധികം മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും ലതകളും പുല്ലൊക്കെയാണ് നിങ്ങളെ കാണുക. അപ്പം അവരുടെ മുൻപിൽ നമുക്ക് വലിയ യോഗ്യതയൊന്നും നടിക്കേണ്ട ആവശ്യമില്ല. നല്ല കസവ് വെച്ചത്, സ്വർണ്ണ കസവ് വെച്ച വസ്ത്രം ഉടുത്തിട്ട് ഈ പുല്ലിനെയും പക്ഷികളെയും ഒക്കെ മോഹിപ്പിക്കേണ്ട ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ ജീവിക്കാം. നോക്കൂ, ആ മനസ്സങ്ങോട്ട് ഇണങ്ങണം ഇതിനോടുകൂടി, പ്രകൃതിയോടുകൂടി. ഞാനേ ജീവിച്ചു, ആദ്യം ബ്രഹ്മചാരിയായി പഠിച്ചു, അതിനുശേഷം ഉദ്യോഗം കിട്ടി, കല്യാണം കഴിച്ചു, ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു, 2 കുട്ടികൾ ഉണ്ടായി. അവരെ നല്ലപോലെ കലവറയില്ലാതെ നോക്കി. എന്നെക്കൊണ്ടാകാവുന്ന സാധനങ്ങളും സമ്പത്തുകളും ഒക്കെ മേടിച്ച് ആ കുട്ടികൾക്ക് കൊടുത്തു, അവരെ പഠിപ്പിച്ചു. ഞാൻ എവിടെയായിരുന്നോ ജീവിത തോതിൽ, ആ തോതിൽ നിന്ന് അവർ പുറപ്പെട്ട് അതിനേക്കാൾ മേലെ ഒരു നിലയിൽ അവരെത്തിക്കഴിഞ്ഞു. ഞാൻ 3ാമത്തെ തലത്തിലാണെങ്കിൽ അവരിപ്പോൾ 3ാമത്തെ നിലയിൽ നിന്ന് തുടങ്ങി 5ാമത്തെ തലത്തിലെത്തി. ഇനി ഞാൻ എല്ലാം മനഃപൂർവ്വം വിട്ടുപോവാണ് എന്ന് പറഞ്ഞു പോയാൽ ഈ പുല്ലുടുക്കണതും ഇലയുടുക്കണതും മരവുരി ഉടുക്കണതുമൊക്കെ നിങ്ങൾക്ക് വലിയ ഒരു ശോഭയും വലിയ ഒരു സന്തോഷവും തൃപ്തിയുമായി തീരും. അതിലും മീതെ ഒരു ഉത്സവമില്ല. കേശരോമനഖശ്മശ്രു മലാങ്ങനി ബിഭ്രിയാദ്ദത നധാവേത് അപ്സുമജ്ജേത ത്രികാലം സ്തണ്ടിലേശയ. കേശ രോമ നഖശ്മശ്രു. കേശം എന്ന് പറഞ്ഞാൽ എന്താ? തലമുടി. രോമം എന്ന് പറഞ്ഞാൽ രോമം. നഖം എന്ന് പറഞ്ഞാലോ നഖം. ശ്മശ്രു, ഇതെല്ലാം കൂടി മലാനി ബിഭ്രിയാദ്ദത. ഇതെല്ലാം അതേ പാട്ടിൽ വളർന്നോട്ടെ. നെയിൽ കട്ടറൊക്കെ കൊണ്ടുപോയി ഇടയ്ക്ക് കട്ട് ചെയ്യുക.
അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ പറയാറുണ്ട്, സ്വാമിജി നഖത്തിരി വളർന്നിട്ടുണ്ട്, ഒന്ന് കട്ട് ചെയ്ത് കളയുമെന്ന്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ വനത്തിലാണ് കഴിയണമെന്നുണ്ടെങ്കിലോ ഇങ്ങനെയൊന്നും വന്നിരുന്ന് സംസാരിക്കേണ്ടി വരില്ല. അത് അതിൻ്റെ പാട്ടിലിരുന്നോട്ടെ എന്ന് പറഞ്ഞു വിടാം. അപ്പം നഖം മുറിക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഷെയ്വ് ചെയ്യേണ്ട ആവശ്യം അതുമില്ല. നഖങ്ങളും മീശകളും ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരിക, അങ്ങനെയുള്ള ഏർപ്പാടൊന്നുമില്ല. ബിഭ്രിയാദ്ദത നധാവേത്. അതുമാതിരി പല്ല് വളരെ രസകരമാണ് കേട്ടോ. പല്ല് കഴുകി വെളുപ്പിക്കരുത് എന്നാണ് പറയണത്. പല്ല് കഴുകി വെളുപ്പിക്കരുത് എന്ന് ഞാൻ ഇതിനെപ്പറ്റി പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു പ്രഭാകരൻജി ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കും. ഇതപ്പോൾ ഇന്ന് ഇവിടെ ഉള്ള ദിവസമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നോട് ചോദിക്കുക, സ്വാമിജി നമുക്ക് പല്ല് തേക്കേണ്ടി വരാമോ? മൃഗങ്ങളൊന്നും പല്ല് തേക്കണില്ലല്ലോ. കുരങ്ങൻ പല്ല് തേക്കോ? പശു പല്ല് തേക്കോ? അവർക്കൊന്നും പല്ല് തേപ്പില്ലെങ്കിൽ നമുക്കെന്തിനാ പല്ല് തേപ്പ് എന്ന് ചോദിക്കുന്നു. ഇത് ചോദിച്ചിട്ട് കുറേ കാലമായി. അന്ന് മുതൽക്ക് എൻ്റെ മനസ്സിലുണ്ടത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക, നമ്മുടെ ഭക്ഷണം വേവിച്ച് കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പല്ലിലൊക്കെ പ്ലാക്ക് ഫോർമേഷൻ ഉണ്ടാവുന്നത്. ആ പ്ലാക്ക് ഉണ്ടാവില്ല വേവിച്ച സാധനം കഴിച്ചില്ലെങ്കിൽ. ഈ കായ്കറികൾ കഴിക്കുമ്പോൾ അത് പച്ച അങ്ങോട്ട് കടിച്ച് കഴിക്കുമ്പോൾ ആ കടിച്ചു കഴിഞ്ഞാൽ പല്ല് സ്വയം ക്ലീനാവും. അതിനെ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല പിന്നെ. അപ്പോൾ ഇവിടെ പറയുകയാണ്, പല്ല് മനഃപൂർവ്വം തേക്കരുത്. അപ്സുമജ്ജേത. എന്തു വേണം? ത്രികാലം സ്തഡിലേശയ. ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുക. അതാ വളരെ ആവശ്യമാണ്. പകൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കും, രാത്രി കിടക്കും, പലതരത്തിലുള്ള പൊടികളും കാര്യങ്ങളും ശരീരത്തിൽ വന്നിട്ടുണ്ടാവും. ഒന്ന് കുളിക്കുക, നല്ലപോലെ കൈകൊണ്ട് തന്നെ തേച്ച് കുളിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ, ആദ്യകാലത്തേക്ക് ഇഞ്ച എന്ന് പറഞ്ഞിട്ട് ചില സാധനം കിട്ടും, അതുകൊണ്ട് നല്ലപോലെ ഉരയ്ക്കാം. നല്ല റഫായിട്ടുള്ളതാണ്. രോമകൂപങ്ങളൊക്കെ തെളിഞ്ഞ് വേർപ്പൊക്കെ പോയി സൗന്ദര്യം കൂടും. അങ്ങനെയാണ് ഈഞ്ച തേച്ച് കുളിച്ചാൽ. ത്രികാലം സ്തണ്ടിലേശയ. 3 നേരം കുളിക്കുക. സ്തണ്ടിലേശയ നിലത്ത് കിടക്കുക. കട്ടിലെ മൊട്ടിലെ എന്നൊന്നും പറയരുത് അവിടെ. അതൊക്കെ ഉണ്ടായിരുന്നു, കുറേ കാലം കിടന്നു. ഈ കട്ടിലിൽ വലിയ ഡൺലപ്പില്ലോ എന്നൊക്കെ പറഞ്ഞ് ഡൺലപ്പൊക്കെ മേടിച്ചാൽ അത് അരക്കെട്ടിനൊക്കെ വിഷമാണ്. റഫ് ബെഡാണ് ഏറ്റവും നല്ലതെന്ന് ഓർത്തോപെഡിക് സർജൻസ് പറയാറുണ്ട്. അപ്പോൾ പരിഷ്കാരത്തിൻ്റെ പേരിലോ ആഡംബരത്തിൻ്റെ പേരിലോ സുഖ സൗകര്യത്തിൻ്റെ പേരിലോ നാം ചെയ്യുന്നത് പലതും അനാരോഗ്യകരമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഏറ്റവും ആരോഗ്യകരമായിരിക്കുന്ന ഒരു ജീവിതമാണ്. അവിടെ നിങ്ങൾക്ക് ശ്വസിക്കാൻ ജീവവായു നിറച്ചുണ്ടാവും, ഒരു കുഴപ്പവും വരില്ല. ചുറ്റുപാടും ധാരാളം വൃക്ഷങ്ങളും ചെടികളും സസ്യങ്ങളും പുല്ലുമൊക്കെയാണ്. എല്ലാ അങ്കാലാമ്ല വായുവേയും അത് വലിച്ചെടുത്ത് അത് ശ്വസിച്ച് നമുക്ക് ജീവവായു തരുന്നതാണത്. കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ എടുത്ത് ഓക്സിജൻ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് കൂട്ടുകെട്ട്. അങ്ങനെയുള്ള ഒരു ചിട്ടയോടുകൂടി ജീവിക്കുക. കേശരോമനഖശ്മശ്രു മലാനി ബിഭ്രിയാദ്ദത നധാവേത് അപ്സുമജ്ജേതാതൃകാലം സ്തണ്ടിലേശയ. ഗ്രീഷ്മേ തപ്യേത പഞ്ചാഗ്നീൻ വർഷാസ്വാസാരഷാഡ്ജലേ ആകണ്ഠമഗ്രഹ ശിശിരേ ഏവം വൃത്തസ്തപശ്ചരേത്. കുറേശ്ശെ ആയിട്ട് വാനപ്രസ്ഥനായാൽ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂട്ടിക്കൊണ്ടുവരണം. അന്നേ വരെ നാം ചെയ്തിട്ടില്ലാത്ത ചില ജീവിത വൃത്തികളെല്ലാം ഒന്ന് കൊണ്ടു നടക്കണം. അത് എന്തൊക്കെ ആവാം എന്നുള്ളത് നമ്മുടെ ശാസ്ത്രം പറയുക. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അകൽച്ചയാണോ സംഭവിക്കുന്നത്, അതോ നിങ്ങളുടെ സംസ്കാരത്തോട് കൂടുതൽ ആഭിമുഖ്യമാണോ? ഇത് ആര് ചെയ്തുകൊണ്ടിരുന്നതാ? നിങ്ങളുടെ പൂർവികർ ചെയ്തുകൊണ്ടിരുന്നതാണിത്. അപ്പോൾ എങ്ങനെയായാലും നമ്മളുടെ അടുത്ത് നമ്മുടെ ജീൻസിൽ ഒരു വാസനാബലമുണ്ട്. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് ഈ ശബരിമലയ്ക്ക് ഇത്രയധികം ആൾക്കാർ പോകുന്നത്, പഴനിക്കൊക്കെ പോകുന്നത്. ശബരിമലയ്ക്ക് പോകുന്നത് എങ്ങനെയാണ്? ആൾക്കാർ കൂടി വരിക. ഈ തപോനിഷ്ഠയുടെ ഒരു സ്വാധീനമാണത്. ജനങ്ങളുടെ ഉള്ളിൽ തപസ്സിനുള്ള ഒരു ആഭിമുഖ്യം, ഒരു പ്രതിബദ്ധത എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. തപസ്സുകൊണ്ട് മാത്രമേ മനസ്സ് സുന്ദരമാകൂ, സുഭഗമാകൂ, മനസ്സ് പ്രോജ്വലമായി തീരൂ, പവിത്രമായി തീരും. ബുദ്ധിക്കും അതുമാതിരി ബുദ്ധിയുടെ സൗന്ദര്യമുണ്ട്. പ്രകാശം ബാഹ്യവസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് പോലെ ആന്തരമായിരിക്കുന്ന ആ ആത്മചിത് പ്രകാശമുണ്ടല്ലോ, അതിനെയും അത് വെളിപ്പെടുത്തണം. അപ്പോഴാണ് ബുദ്ധി ശരിക്കും കുശലമാകുന്നത്, സമർത്ഥമാകുന്നത്. അപ്പോൾ ഇത് രണ്ടിനും വെളിച്ചവും തെളിച്ചവും കൊഴുപ്പും എല്ലാം വേണമെങ്കിൽ അതിന് തപസ് മാത്രമേ പറ്റൂ.
അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരടക്കം എല്ലാവരും ശബരിമലയ്ക്ക് ഒരു കൊല്ലം പോയാൽ പിന്നത്തെ കൊല്ലവും പോകും, പിന്നത്തെ കൊല്ലം പോയാൽ മൂന്നാമത്തെ കൊല്ലവും പോകും. അങ്ങനെ 4-5 കൊല്ലം പോകുമ്പോഴേക്കും അവർ പെരിയ സ്വാമിമാരായി. അപ്പോഴോ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവായി. പിന്നെ ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത്. ഈ പിരമിഡ് ടൈപ്പ് സെയിൽസ് എന്ന് പറയുന്നില്ലേ, അതേമാതിരി ആ ശബരിമലയ്ക്കുള്ള പോക്ക്. ഗ്രീഷ്മേ തപ്യേത പഞ്ചാഗ്നീൻ വർഷാസ്വാസാരഷാഡ്ജലേ. ഗ്രീഷ്മത്തിൽ തപ്യേത പഞ്ചാഗ്നീൻ. മനുഷ്യന് ബലം കൂട്ടാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് വിചാരിക്കാൻ. എന്താ ഈ പഞ്ചാഗ്നി എന്ന് പറഞ്ഞാൽ? നല്ല വേനൽ. അപ്പം മുകളിൽ സൂര്യൻ, അങ്ങനെ ചുട്ടുപഴുക്കുന്ന സൂര്യൻ പോരാ, 4 ഭാഗത്തും തീയൂട്ടുക, ഇടതും വലതും മുമ്പും പിന്നിലും, എന്നൊരു സൂര്യനുമായി. അപ്പം എന്തായി? 5 അഗ്നിയായി. ആ 5 അഗ്നിയുടെ മധ്യത്തിൽ ഇരുന്ന് തപസ് ചെയ്യാൻ നമ്മൾ പഠിക്കണമെന്ന്. മനുഷ്യന് പഠിച്ചാൽ പറ്റാത്തത് എന്താ? മനുഷ്യർ തീയിൽ പോയി ചാടുന്നില്ലേ? തീച്ചാട്ടം എന്ന് പറഞ്ഞൊന്നും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നടത്താറുണ്ടല്ലോ. ഇങ്ങനെ കവളത്തെ ശൂലം കുത്തി കയറ്റാറില്ലേ? ആർക്കെങ്കിലും ആ ശൂലം കുത്തി കയറ്റിട്ട് പഴുത്തു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പഴയ കാലത്ത് തൃശ്ശൂരിൽ ഒരു ബ്രാഹ്മണൻ വന്ന് തപസ് ചെയ്തു അത്രേ. അവസാനം ഉപവാസവും കാര്യങ്ങളൊക്കെ ആയി. എന്നിട്ട് അവസാനത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ ചെയ്യാൻ പോണത്? എൻ്റെ നട്ടെല്ലു കൂടി ഒരു ചരട് കോർത്ത് ഒരു തേര് വലിക്കാൻ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ അഗ്നിച്ചാട്ടം ചാടാൻ പോവാന്ന്. അപ്പോൾ ഈ കുറേ ദിവസം തപസ് ചെയ്യുമ്പോൾ ആ തപസ് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് അഗ്നിപ്രവേശം, അഗ്നിയിൽ ഇറങ്ങിക്കയറാനാണ് പോണത്. അഗ്നി അഗ്നി ഇറങ്ങി കയറി ഇറങ്ങണം കയറണം, അഗ്നി അഗ്നി കയറണം ഇറങ്ങണം. ഈ വിചാരം ഇങ്ങനെ വരുമ്പോൾ മനസ്സ് തന്നെ അഗ്നിയായി തീരുക. അഗ്നിക്ക് അഗ്നിയിൽ പ്രവേശിച്ചാൽ പിന്നെ ചൂടുണ്ടാവുമോ? ചൂടുണ്ടാവില്ല. ആ മനസ്സിന് ഭാവിതം തീവ്രവേഗേന വസ്തുയൻ നിശ്ചയാത്മന തദേവ പശ്യത്യഖിലം സദാ തദ് ഭാവഭാവിതഃ. വസിഷ്ഠൻ ശ്രീരാമനോട് പറയുന്നതാ, ഭാവിതം തീവ്രവേഗേന വസ്തുയൻ നിശ്ചയാത്മന. വളരെ തീവ്രതയോടുകൂടി അത്യുജ്വലമായി മനസ്സ് ഏത് വസ്തുവിനെക്കുറിച്ച് വിചാരിക്കുന്നുവോ, ഭാവിക്കുന്നുവോ, മനനം ചെയ്യുന്നുവോ, തദേവ പശ്യത്യഖിലം. ആ തീവ്രമായിരിക്കുന്ന ചിന്ത കൊണ്ടും അനുധാവനം കൊണ്ടും എല്ലായിടത്തും ആ വസ്തുവിനെ കണ്ടു തുടങ്ങുമത്രേ. തദേവ പശ്യത്യഖിലം സദാ തദ് ഭാവഭാവിതഃ. അതിനെ ഭാവന ചെയ്യണം. നമ്മുടെ മനസ്സിപ്പോൾ എങ്ങനെയായിരിക്കുന്നത്? ശിഥിലമാണ്, ചിന്നിച്ചെതറി പോയിക്കൊണ്ടിരിക്കുക. ഈ സൂര്യകിരണങ്ങളുണ്ടല്ലോ, ഭൂമിയിൽ ഇങ്ങനെ പരന്നു വീഴും. ഒരു കോൺവെക്സ് ലെൻസ് എടുത്ത് ആ സൂര്യകിരണങ്ങൾക്ക് താഴത്ത് കാണിച്ചിട്ട് അതിങ്ങനെ കൺവെർജ് ചെയ്ത് ഒരുമിച്ചായി ഇങ്ങനെ കുത്തായിട്ട് ഇങ്ങോട്ട് വരട്ടെ, ഒരു ഭീമായിട്ട്. അതിൻ്റെ ചോട്ടിൽ ഉണങ്ങിയിട്ടുള്ള ഒരു ഇലയോ പുല്ലോ വെച്ചാൽ അതങ്ങോട്ട് കരിഞ്ഞ് കത്തി അങ്ങോട്ട് വെണ്ണീറാവുന്നത് കാണാം. അപ്പോൾ ഇപ്പം ശിഥിലമായി കിടക്കുന്ന നമ്മുടെ മനസ്സ്, ആ ശിഥിലത വിട്ട് ഒരു ഏകീകരണം, ഒരു കേന്ദ്രീകരണം അതിനുണ്ടാവണം. ആ കേന്ദ്രീകരണമാണ് മനസ്സിൻ്റെ ഏകഭാവന. ഭാവിതം തീവ്രവേഗേന വസ്തു യത് നിശ്ചയാത്മന തീവ്രവേഗേന. മനസ്സിൽ നല്ലപോലെ ഒരു നിശ്ചയമെടുത്ത് ആ നിശ്ചയത്തിന് വിധേയമായി അതിതീവ്രമായി മനസ്സ് എന്തിനെ ഭാവന ചെയ്യുന്നുവോ അത് തദേവ പശ്യതി അഖിലം. കാണുന്നത് മുഴുവനും ആ വസ്തുവായി തീരുമത്രേ. ഞാൻ പറയാറുണ്ട്, എന്ത്? ഭൂമി ഖരവസ്തുവാണ്, ജലമോ ദ്രവമാണ്. അപ്പോൾ വെള്ളത്തിലിറങ്ങിയാൽ നമ്മൾ വെയിറ്റ് കൊണ്ട് താഴ്ന്നു പോകും, ഭൂമിയിൽ നടന്നാലോ താഴൂല്ല. നമ്മുടെ മനസ്സുകൊണ്ട് ഭൂമി വെള്ളം, വെള്ളം ഭൂമി, ഭൂമി വെള്ളം, രണ്ടും ഞാൻ ഒരുപോലെ കാണുന്നു, രണ്ടും എൻ്റെ മനസ്സിൽ ഒരുപോലെ പതിയുന്നു, രണ്ടും മനപ്പതിപ്പാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ജലപ്പതിപ്പിനും മനസ്സിലുള്ള ഭൂപതിപ്പിനും തമ്മിൽ വ്യത്യാസമില്ല, ഒന്ന് തന്നെ എന്ന് വിചാരിച്ച് നമ്മുടെ ദൃഷ്ടിയിലും അനുഭവത്തിലും വെള്ളവും ഭൂമിയും ഒന്നായി തീർന്നാൽ നിങ്ങൾക്ക് വെള്ളത്തിൽ നടക്കാം. അത് പറ്റുമോ, അങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. ജനിച്ചത് മുതൽക്ക് ഈ വ്യത്യാസങ്ങൾ കണ്ട് ആ വ്യത്യാസങ്ങളെ പെരുപ്പിച്ച് ഉറപ്പിച്ച് നങ്കൂരമിട്ട് ഇടിച്ച് അങ്ങനെ വളർന്നിട്ടുള്ള ഈ മനസ്സുണ്ടല്ലോ, ആ വ്യത്യാസം പോയി ഒരേ രൂപത്തിൽ ഭാവന ചെയ്യാൻ അതിന് വിഷമാണ്. എന്നാൽ ആ ഭാവന ചെയ്യുന്നതാണ് തപസ്, മനനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, ഗ്രീഷ്മേ തപ്യേത പഞ്ചാഗ്നീൻ. വേനൽക്കാലം വന്നാൽ പഞ്ചാഗ്നി തപസ്. വർഷാസു ആസാരഷാഡ് ജലേ.
വർഷക്കാലം വന്നാലോ മഴ കൊണ്ടുകൊള്ളുക, ഒരു തരത്തിലും അതിന് വിഷമം പറയണ്ട. ആദ്യം ഒരു തവണ ഒരു പക്ഷേ ജലദോഷം വന്നു എന്ന് വരാം, അത് കഴിഞ്ഞാൽ പിന്നെ ശരിയാവും. നമ്മുടെ മനസ്സുണ്ടല്ലോ ഇമ്മ്യൂണിറ്റി. അടുത്ത കാലത്ത് ഒരു സ്വൈൻ ഫ്ലൂ വന്നു ഇവിടെ. ഏറ്റവും അധികം കഷ്ടപ്പെട്ടത് പൂന നഗരമാണ്. ഞങ്ങളവിടെ പോകാൻ പുറപ്പെട്ട സമയത്ത് ആ നാട്ടുകാർ വരരുതെന്ന് പറഞ്ഞ് ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റിയില്ല, പോയില്ല. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? എനിക്ക് പരിചയമുള്ള ചില ഡോക്ടർമാർ ജംഷഡ്പൂരിൽ അവിടെയൊക്കെ ഉണ്ട്. അവരെ വിളിച്ച് ചോദിച്ചു, എന്താണ് ഇതിന് സ്ഥിതി? ഈ സ്വൈൻ ഫ്ലൂ ഇങ്ങനെ വന്നാൽ സ്വാമിജി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സ്വൈൻ ഫ്ലൂ വരും, എന്നിട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ജനങ്ങൾ അതിനൊരു പ്രതിരോധം ശരീരം സ്വതവേ വളർത്തി, അത് വളർത്തിയെടുക്കുന്നത് വരെ അതിങ്ങനെ കുറേശ്ശെ വ്യാപിക്കും. ഇതൊരു മരുന്നുകൊണ്ട് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയുന്നത്? പ്രേക്ഷകരെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധം വളർത്തിയെടുക്കുന്ന സ്വഭാവമുണ്ട്. നമ്മളെല്ലാം ഐഡിയൽ കണ്ടീഷൻസിലാണോ ജീവിക്കുന്നത്? തെരഞ്ഞെടുത്ത പരിതസ്ഥിതിയിലാണോ നമ്മുടെ ജീവിതം? അല്ല. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പല രോഗങ്ങളും പിടിപെട്ട് വരെ സഹയാത്രികളായിട്ടുണ്ടാവാം. മാർക്കറ്റിൽ പോയാലും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ശ്വസിച്ച് വിടുന്നതിൽ രോഗാണുക്കൾ ഉണ്ടാവും. ആ രോഗാണുക്കളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുമോ? ക്ഷയരോഗ ആസ്പത്രിയിൽ ചെന്നാൽ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കൊക്കെ ക്ഷയരോഗം വരാറുണ്ടോ? കുഷ്ഠരോഗ ആസ്പത്രിയിൽ ചെന്നാൽ ചികിത്സിക്കുന്നവർക്ക് കുഷ്ഠരോഗം വരുമോ? വരില്ല. ഡോക്ടർമാരുടെ ശരീരത്തിൽ കുഷ്ഠരോഗത്തിനുള്ള ഒരു പ്രതിരോധം തന്നെത്താനെ വളർന്നങ്ങോട്ട് വരിക. അതേമാതിരി നമ്മുടെ ശരീരത്തിലും മനസ്സിലും എത്രയാണ് ഇമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതിന് ഒരു കണക്കില്ല. ഡൽഹിയിൽ ഒരു മാസിക, ആ മാസികയിൽ 52 വയസ്സായ ഒരാളുടെ പടം ഇട്ടിട്ട് എഴുതിയിരിക്കുക, ഇദ്ദേഹത്തിന് 3rd ഡിഗ്രി ക്യാൻസറായിരുന്നു. ആ ക്യാൻസർ വന്നപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് ഭാര്യയുണ്ട്, 3 കുട്ടികളുമുണ്ട്, ഇവരെ എല്ലാം അനാഥയാക്കിയിട്ട് ഞാൻ ചാവാൻ പോണില്ല എന്ന് തീരുമാനിച്ച് ആ ക്യാൻസർ അണുക്കളെ മനസ്സുകൊണ്ട് അദ്ദേഹം പ്രതിരോധിച്ചിരുന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസർ രോഗം മാറി എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിനെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് ഭൂമാനന്ദ സ്വാമിജിക്ക് പറയാനുള്ളത്. നമ്മുടെ മനസ്സിന് നല്ല ഒരു ശക്തിയുണ്ട്. ആ ശക്തി എങ്ങനെയാ എന്ന് ചോദിച്ചാൽ, ലോകത്തിനെ രചിച്ചത് മനസ്സ് എന്ന് പറയുന്ന ആ വസ്തുവാണ്. അല്ലെ, അതിന് വസ്തു എന്ന് പറഞ്ഞുകൂടാ, തത്വമാണ്. എങ്ങനെ സ്വപ്നലോകത്തിന് നമ്മുടെ മനസ്സ് രചിക്കുന്നുവോ അതുപോലെ തന്നെയാണ് മനസ്സത്തയിൽ നിന്ന് ഈ ലോകം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത്. സ്വന്തം അച്ചുതണ്ടിൽ കിടന്ന് തിരിയുന്ന ഭൂമിയിലല്ലേ നമ്മുടെ അധിവാസം? ഒരു നിമിഷം അത് മിണ്ടാതെ ഇരിക്കുന്നുണ്ടോ? 24,000 26,000 കിലോമീറ്ററോ നാഴികയാണ് ഇതിൻ്റെ വ്യാസം. അതിങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ വട്ടം ചുറ്റിയാൽ ഒരു ദിവസമായി, ദിനരാത്രമായി. അങ്ങനെ ചുറ്റിത്തിരിയുന്നതാണ് എന്ത്? ഭൂമി. അതിലാണ് നമ്മുടെ വാസം. എന്നിട്ട് സൂര്യനെ അത് പ്രദക്ഷിണം വയ്ക്കുന്നു. ഈ പ്രദക്ഷിണ പഥമുണ്ടല്ലോ, ട്രാജക്ടറി, അതിലെ എല്ലാം കൂടി 6 ഋതുക്കളാണ് നമുക്ക്. ഓരോ ഋതുവിന് ഓരോ വിശേഷ. ഒരു വേനലിന് ഒരു വർഷം. അങ്ങനെ എല്ലാ ഋതുക്കളും മാറി മാറി വരുന്ന സമയത്ത് ഋതുഭേദം താങ്ങി നിൽക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു ശരീരപ്രകൃതി നമുക്കുണ്ടായേ തീരും. ഞാൻ എന്തിനാ അത് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ ഇൻഹിയറൻ്റായി അന്തർഗതമായിരിക്കുന്ന ഒരു പ്രതിരോധ ശക്തിയുണ്ട്. മരുന്ന് കൊടുക്കണതൊക്കെ ആരാ സ്വീകരിക്കണത്? നമ്മുടെ ശരീരം. അതിനെ മുഴുവൻ സംലയിപ്പിച്ചെടുത്ത് രക്തത്തിൽ ചേർത്ത് പ്രതിരോധം ഉണ്ടാക്കി തീർക്കുന്നത് നമ്മുടെ ശരീരമാണ്. ഏതെങ്കിലും ഒരു ശരീരത്തിൽ മരുന്ന് കുത്തിവെച്ചാൽ കയറില്ല, ശരീരം അത് സ്വീകരിക്കണില്ല എന്ന് വന്നാലോ ആ ആൾ പോയത് തന്നെ. അപ്പോൾ വാസ്തവത്തിൽ നമ്മളെ ചികിത്സ മുഴുവനും നടത്തുന്നത് ആരാ? ശരീരമാണ്. ഭക്ഷണം ആരോഗ്യം നിലനിർത്താൻ എന്നതുപോലെ മരുന്ന് എന്ന് പറയുന്ന ആഹാരം രോഗത്തിന് പ്രതിരോധം വളർത്താനും സഹായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവസാനം ഇത് ഉണ്ടാവേണ്ടത് നമ്മുടെ ശരീരത്തിൽ നിന്നാണ്. അപ്പോൾ വേനൽക്കാലം മുഴുവൻ വെയിൽ, വർഷക്കാലം മുഴുവൻ മഴ. മഴ മഴ മഴ. എന്താ നമ്മൾ ഈ പേടിക്കണത്? അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. ശരീരത്തിനെ അങ്ങോട്ട് വിട്ടുകൊടുത്ത് നോക്കൂ. ഞാനിത് പറയുന്നു, ഇപ്പോഴും എനിക്ക് പറയാം. ഞാൻ എങ്ങാനും കാട്ടിൽ ചെന്ന് താമസിക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 കൊല്ലം അല്ലെങ്കിൽ 6 മാസം വിഷമമുണ്ടാവും. അത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പാണ്, ഈ 6 മാസം കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രതിരോധം വളർത്തിയെടുക്കാതെ ഇരിക്കില്ല. സ്വൈൻ ഫ്ലൂ എങ്ങനെ പോയി? ശരീരം പ്രതിരോധ ശക്തി വളർത്തിയെടുത്തു. ഇതൊക്കെ പ്രകൃതിയുടെ മഹിമയാണ്. നിങ്ങൾ ആരും വിചാരിക്കരുത് ഇത് മനുഷ്യൻ്റെ ഹസ്തങ്ങളിലാണെന്ന്. ആ ക്യാൻസർ പേഷ്യൻ്റ് എങ്ങനെയാണ് രോഗത്തിനെ ചെറുത്തത്, രോഗം മുഴുവനും മാറിയത്?
ചിലർക്ക് ആ മനസ്സിൻ്റെ പ്രഭാവം വിനിയോഗിക്കാൻ അറിയാം, ചിലർ ഒന്നിലോ അറിയില്ല അല്ലെങ്കിൽ വിനിയോഗിക്കില്ല. അപ്പോൾ വാനപ്രസ്ഥം ചെയ്യേണ്ടത് എന്താ? ഗ്രീഷ്മേ തപ്യേത പഞ്ചാഗ്നീൻ വർഷാസു ആസാരഷാഡ് ജലേ. മഴ സഹിച്ച് നടക്കണം, വേനൽക്കാലത്തോ വെയിൽ സഹിക്കണം. ആ കണ്ഠമഗ്നഃ ശിശിരേ, തണുപ്പ് കാലത്ത് മഞ്ഞുകാലത്ത് ആ കണ്ഠമഗ്നഃ ശിശിരേ, കഴുത്തുവരെ തലവരെ വെള്ളത്തിലിറങ്ങി, തണുത്ത വെള്ളത്തിലിറങ്ങി. ഏവം വൃത്തസ്തപശ്ചരേത്, അങ്ങനെ കഴുത്തുവരെ മുങ്ങിക്കിടന്ന് ശിശിരത്തിൽ തപസ്സനുഷ്ഠിക്കണം അത്രേ. അപ്പോൾ വേനൽക്കാലത്ത് പഞ്ചാഗ്നിയുടെ മധ്യത്തിലും വർഷക്കാലത്ത് മഴ സഹിച്ചുകൊണ്ടും തണുപ്പ് കാലത്ത് വെള്ളത്തിലിറങ്ങിക്കിടന്നും ആ ആൾ അനുഷ്ഠിക്കണം. ഞാനിത് പറയുമ്പോൾ പ്രേക്ഷകരെ, നിങ്ങളുടെ മനസ്സിലുള്ള പ്രതിക്രിയ എന്താണാവോ, പ്രതികരണം എന്താണാവോ? സ്വാമിജി എന്താ പറയണത്? ഇതൊക്കെ ഇന്നത്തെ കാലത്ത് സാധുവാണോ, പ്രായോഗികമാണോ എന്നാണോ തോന്നുന്നത്? നമ്മുടെ പൂർവീകന്മാരിങ്ങനെ ചെയ്തു, അവരുടെ പിൻഗാമികളാണ്, അനന്തരവന്മാരാണ് നമ്മൾ. അവർ ഇത്രയൊക്കെ ചെയ്താൽ അതിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് ഉണ്ടാവണ്ടേ? ഏതെങ്കിലും ഒരു രോഗം വരുമ്പോഴേക്കും പേടിക്കരുത്, നിങ്ങൾ പേടിക്കരുത്. രോഗം അതിന് പ്രതികരിക്കുന്നത് തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യമാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്കൊരു ടെലിഫോൺ കോൾ ഉണ്ടായിരുന്നു ജംഷഡ്പൂരിൽ നിന്ന്. കഴിഞ്ഞ 5-6 ദിവസമായി ശരീരത്തിൽ നിന്ന്, മലദ്വാരത്തിൽ നിന്ന് ബ്ലീഡിങ്. അദ്ദേഹത്തിന് 6-7 ബോട്ടിൽ രക്തം കയറ്റി നോക്കിയപ്പോഴോ, കോളനോസ്കോപ്പി എടുത്ത് നോക്കിയപ്പോൾ ഒക്കെ ഒരു പൂളം ബ്ലഡാണ്. ഡോക്ടർമാർ തന്നെ അത്ഭുതപ്പെട്ടു. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന് ആസ്പിരിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക ബ്ലഡ് കനം കുറയ്ക്കാൻ. അപ്പോൾ എന്താ വേണ്ടതെന്ന് അറിഞ്ഞില്ല. ഞാൻ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, അതേ ഒരു കാര്യമുണ്ട്, ആത്മവിശ്വാസം കളയരുത്, ആത്മവിശ്വാസം മുറുക്കി പിടിക്കൂ, അത് വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ്. ഈ ശരീരത്തിനെ മുഴുവൻ ഭരിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിന് രോഗങ്ങളെ ചെറുക്കാനും പറ്റുന്നു. അവസാനം ബ്ലീഡിങ് നിന്നു, ഇപ്പോഴും ആസ്പത്രിയിലാണ്. ഒരു ബ്ലഡ് വെസൽ എങ്ങാണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത്രേ. ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്താ വേണ്ടതെന്ന് ആലോചിക്കണം, അതിനൊക്കെ സമയം പിടിക്കും. അപ്പോൾ ആ മനസ്സാണ് അതിന് മുഴുവനും പ്രമാണം. അപ്പോൾ ഇന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ നല്ലൊരു ഊക്കും ഒരു ഊർജ്ജസ്വലതയൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു, സന്തോഷം തോന്നി. ആകണ്ഠമഗ്നഃ ശിശിരേ ഏവം വൃത്തസ്തപശ്ചരേത്. എനിക്ക് തണുത്ത വെള്ളത്തിൽ കുഴിക്കാൻ കുറച്ച് വിഷമമാണ്. മാറി മാറി ഇങ്ങനെ വെള്ളം വരുമ്പോൾ ചെറുപ്പകാലം മുതൽക്ക് നമ്മുടെ വീട്ടിലുള്ള കിണറ്റിലെ വെള്ളം എനിക്ക് തലയിലൊഴിക്കാനോ മേലൊഴിക്കാനോ പറ്റില്ല. ഈ സൂര്യരശ്മി തട്ടുന്ന കുളത്തിൽ കുളിക്കാനേ പറ്റുള്ളൂ. പുഴയിലൊക്കെ ആണെങ്കിൽ വിരോധമില്ല. അപ്പം ഞാൻ ഋഷികേശിൽ പോയി താമസിച്ചപ്പോൾ ഗംഗയിൽ കുളിക്കാൻ പോയി. നല്ല തണവാ, എന്നാലും വിട്ടില്ല. അവിടെ ചെന്ന് ഇറങ്ങി, കുറേശ്ശെ ഇറങ്ങി, എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തലോടി, അവിടെ തലോടി, ഇവിടെ തലോടി, അവസാനം ഒരു മുങ്ങി. എന്താ നമ്മൾ ഇത്ര പേടിക്കണത്? ഇതൊക്കെ ഒരു ഉത്സാഹമാണ്. പേടിക്കുകയല്ല നമ്മൾ വേണ്ടത്. പ്രായോഗികമായിരിക്കുന്ന ഒരു ഇണക്കം പ്രകൃതി ഘടകങ്ങളോട് കൂടി നമുക്ക് വേണം. ആ ഇണക്കമില്ലെങ്കിൽ ഒക്കെ തകരാറാണ്.